ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുന്നത്, ഈ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനിയിപ്പോൾ നമ്മളൊരു 4 ഹവറിലെ ഒരു ലിക്വിഡിറ്റി ഏരിയയൊക്കെ മാർക്ക് ചെയ്യുന്നിരിക്കട്ടെ, ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്, അതുപോലെ എൻട്രി കൺഫർമേഷൻ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി എല്ലാം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മെയിനായിട്ടും 4 ഹവറിലൊക്കെ വരുമ്പോൾ 4 ഹവറിലെ ഡെയിലിയിലൊക്കെ വരുമ്പോൾ ഈ 3 ടൈപ്പ് ലിക്വിഡിറ്റി ഏരിയ മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് മേജർ ഹൈ, രണ്ടാമത്തതാണ് മേജർ ലോ, മൂന്നാമത്തെ ഏറ്റവും പവർ കൂടിയതാണ് ഈ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി എല്ലാം ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് എന്താണ് മേജർ ഹൈ എടുക്കുക. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താണ് ബൈയിങ്ങിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഇവിടെ നമുക്ക് സെല്ലെടുക്കാനായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയയാണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ല, അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് ഞാൻ ബൈയിങ്ങിലേക്ക് കുറച്ച് ക്യാൻഡിൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, അതുപോലെ തേർഡ് ക്യാൻഡിൽ, ഈ ലാസ്റ്റ് ക്യാൻഡിലാണ് ഞാൻ എന്താണ് ഹയ്യസ്റ്റ് ക്യാൻഡിലായിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ, ഇവിടെ ഫസ്റ്റ് എന്താണ് ഹയ്യസ്റ്റ് ക്യാൻഡിൽ മാർക്ക് ചെയ്തു, അതിനുശേഷം ഹയ്യസ്റ്റ് ക്യാൻഡിലെ ലോയിനെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈ ഇവിടെ കൺഫേം ആയി. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം നോക്കി, ഈ ഹയ്യസ്റ്റ് ക്യാൻഡിന് ശേഷം എന്താണ് ഇപ്പോൾ ഇവിടെ നിന്നൊരു വിക്ക് വന്നു, അതിനുശേഷം നെക്സ്റ്റ് എന്താണ് വീണ്ടും ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ ലിക്വിഡിറ്റി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും? ഇതിന് മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്, കാരണം ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വരുവാന്ന് പറയുമ്പോൾ ഇവിടെ കുറേ സെൽ ഓർഡേഴ്സ് വന്നുകൊണ്ടാണല്ലോ പ്രൈസ് താഴോട്ട് വന്നത്. ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്ത് പറഞ്ഞ സ്റ്റോപ്പ് ലോസ് അതിന് ലിക്വിഡിറ്റിയാണ്. അത് ഇതിന് മുകളിലുണ്ടാവാം, ഏറ്റവും കൂടുതൽ ഈ ഒരു ഹൈൻ്റെ മുകളിലും ഉണ്ടാവാം അല്ലേ. ഓക്കെ അല്ലേ, ഇനി അതുപോലെ തന്നെ വീണ്ടും ഒരു സെല്ലിംഗ് ക്യാൻഡിലും കൂടെ വന്നിരിക്കട്ടെ, ഇവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് വന്നു. ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് വന്നു. അപ്പോൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഉള്ള ഭാഗം ഏതായിരിക്കും? ഇതിന് മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഇതിന് മുകളിൽ ലിക്വിഡിറ്റി കുറച്ചും കൂടെ പവറായി അല്ലേ, കുറച്ചും കൂടെ കൂടുതൽ ലിക്വിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സെല്ല് എടുക്കുകയാണെങ്കിൽ മേജർ ഹൈൻ്റെ മുകളിലല്ല സ്റ്റോപ്പ് ലോസ് എടുക്കുള്ളൂ അല്ലേ, അതൊക്കെയല്ലേ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ കൂടുതൽ ലിക്വിഡിറ്റി വരാൻ സാധ്യത കൂടുതലായി അല്ലേ. ഇനി അതുപോലെ തന്നെ വീണ്ടും ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നാലോ? ഓക്കെ അല്ലേ, വീണ്ടും ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഹ്യൂജ് സെല്ലേഴ്സ് വന്നുകൊണ്ടാണ് വീണ്ടും പ്രൈസ് താഴ്പ്പ്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. മേജർ എന്താണ് ഈ മേജർ ഹൈൻ്റെ മുകളിലും ലിക്വിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടായിരുന്നു, നമ്മൾ ഓരോ ക്യാൻഡിൽ വെച്ച് ലിക്വിഡിറ്റി എപ്പോഴും നോക്കൂല. കാരണം നമ്മൾ ഈ ക്യാൻഡിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ട്രെൻഡ് ലൈനൊക്കെ പോലെയാണ്. മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ടും ഇങ്ങനെ ഓരോ സിഗ്നൽ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ് ഇവിടെ നിന്നെല്ലാം എന്താണ് ലിക്വിഡിറ്റി ചെതറിയാണല്ലോ കിടക്കുന്നത് ഇല്ലേ. ഇപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ് ലിക്വിഡിറ്റി ആയിരിക്കും. ഇപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കാണാൻ പറ്റും. ഇത് ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലോയിൽ എന്താണ് ലിക്വിഡിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട്. ഇതിന് ഇവിടുന്ന് ബൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ലിക്വിഡിറ്റി ചെതറിയാണ് കിടക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവിടുന്ന് സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ ചെതറി കിടപ്പുണ്ട്, ഈ ഒരു ക്യാൻഡിൽ എവിടെയൊക്കെയായിട്ടുണ്ടാവും. അതുപോലെ ഇവിടുന്ന് വീണ്ടും സെല്ലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ലിക്വിഡിറ്റി ചെതറിയാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റിൽ ഇവിടെ ഫുൾ ലിക്വിഡിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് മുകളിലോട്ട് പോയാൽ മതി, ഫുൾ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്ത് താഴോട്ട് വരാം അല്ലേ ഇല്ലേ. അപ്പോൾ ഇതുപോലെ ഫുൾ ലിക്വിഡിറ്റി കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്കിതുപോലെ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം 1-2 ക്യാൻഡിൽ വരുവാണെങ്കിൽ തന്നെ മേജർ ഹൈ കൺഫേം ആവും. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ വന്നു. ഇപ്പോൾ ഇവിടെ ഒറ്റ സെല്ലിംഗ് ക്യാൻഡിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ലിക്വിഡിറ്റി ഉണ്ട്, ഇതിന് മുകളിൽ ഇപ്പോൾ എന്താണ് ലിക്വിഡിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ലിക്വിഡിറ്റിക്ക് പവർ കുറവല്ലേ ഇല്ലേ, ചെറിയൊരു ലിക്വിഡിറ്റി മാത്രമേ ഇതിന് മുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഒന്നിലധികം ക്യാൻഡിൽസ് ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ് താഴോട്ട് വരുവാണെങ്കിൽ എന്താണ് ഇത് ലിക്വിഡിറ്റി കുറച്ചും കൂടെ പവർ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ, ഇങ്ങനെയുള്ള ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൽ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. ഒറ്റ ക്യാൻഡിലേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നാണെങ്കിൽ ഇതിലെന്താണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒറ്റ ക്യാൻഡിൽ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒറ്റ ക്യാൻഡിലാണ് സെല്ലിങ്ങിലേക്ക് വന്നിട്ടുള്ളൂ എന്നാണെങ്കിൽ ഇതിന് പവർ കുറവാണ്, മാർക്കറ്റ് അതിന് അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് കേട്ടോ. ഒറ്റ ക്യാൻഡിലേ വന്നുള്ളൂ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഒന്നിലധികം ക്യാൻഡിൽസ് താഴോട്ട് ഇതുപോലെ ഉണ്ടെങ്കിലോ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ് താഴേക്ക് ഉണ്ടെന്നാണെങ്കിൽ ഇത് കുറച്ചും കൂടെ പവറുള്ള ലിക്വിഡിറ്റിയാണ്. മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ റിവേഴ്സ് ആവാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മേജർ ഹൈ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഹയ്യസ്റ്റ് ക്യാൻഡിലായിട്ട് കിട്ടിയ ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ്, അത് എത്രയോ ആയിക്കോട്ടെ, ഒന്നിലധികം ക്യാൻഡിൽസ് താഴെയിട്ടോ ഇതുപോലെ ഉണ്ടെന്നാണെങ്കിൽ ഇത് പവറുള്ള ലിക്വിഡിറ്റിയാണ്. ഓക്കെ അല്ല, അങ്ങനെയുള്ള ലിക്വിഡിറ്റി ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ മേജർ ഹൈ മാർക്ക് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ അല്ലേ, ഇനി മേജർ ലോയിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ നമുക്കിവിടെ ലോവസ്റ്റ് ക്യാൻഡിൽ ഒരെണ്ണം കിട്ടിയെന്നിരിക്കട്ടെ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷം ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം എന്താണ്
ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് ബയ്യേഴ്സ് വന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് സ്ട്രോങ് ആയിട്ടൊരു ബയ്യേഴ്സ് വന്നിട്ടുണ്ടെങ്കിലോ, ഇല്ലേ, ബയ്യേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി അവിടെ ഉണ്ടാവും. ഈ ഒരു ക്യാൻഡലിന് താഴെ ഉണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലിന് താഴെ ഉണ്ടാവും അല്ലേ. ഇനി ഇവിടുന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ട് ബയ്യേഴ്സ് ഇവിടുന്ന് വരുവാണെങ്കിലോ, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിലും ലിക്വിഡിറ്റി ഉണ്ടാവും. അതുപോലെ എന്താണ്, മേജർ ഈ ഒരു ലോയിൻ്റെ താഴെയും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്നിലധികം ക്യാൻഡിൽസ്, ഇപ്പോൾ ഇതുപോലെ ഒന്നിലധികം ലോവസ്റ്റ് ക്യാൻഡലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ് മുകളിലോട്ട് വരുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്താണ്, ഇതുപോലെ ഈ മേജർ ലോ ഉണ്ടല്ലോ, ഇവിടെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ, ഇത് നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? മാർക്കറ്റ് ഇങ്ങനെ ലിക്വിഡിറ്റി ഇട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിലും റിവേഴ്സ് ആവാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ലിക്വിഡിറ്റി ഏരിയയാണ് നമ്മൾ മേജർ ഹൈയും ലോയിലും നോക്കുന്നത് കേട്ടോ. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബൈയിലേക്കാണ് ഒരു ലിക്വിഡിറ്റി ഏരിയ, ഇപ്പോൾ ഹൈയിൽ നിന്ന് നമ്മൾ സെല്ലിലേക്കാണ് ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹയ്യസ്റ്റ് ക്യാൻഡലിന് ശേഷം, ഇവിടെ നിന്ന് ഹയ്യസ്റ്റ് ക്യാൻഡലിന് ശേഷം ലോവസ്റ്റ് ആയിട്ട് ഒന്നിലധികം ക്യാൻഡിൽസ് താഴോട്ട് വരണം. അങ്ങനെയാണ് നമുക്കിവിടെ ഹൈ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഈ ഇവിടെ ലോവസ്റ്റ് ക്യാൻഡലിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഒന്നിലധികം ക്യാൻഡിൽസ് ബൈയിങ്ങിലേക്ക് ഉണ്ടെന്നിരിക്കട്ടെ, ലോവസ്റ്റ് ക്യാൻഡലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ് ബൈയിങ്ങിലേക്ക് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ലോയും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ ഹൈയും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ ആവുന്നില്ല? അപ്പോൾ മേജർ ഹൈയും ലോയും മാർക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ ആവുന്നില്ലേ? ഇനി ഇതുപോലെ ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്കും വരാം. ഓക്കെ ആവുന്നില്ല? ഇപ്പോൾ പ്രൈസ് എന്താണ്, ഇവിടെ നിന്ന് ലോവസ്റ്റ് ക്യാൻഡലിന് ശേഷം നമ്മുടെ മേജർ ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കാനായിട്ട് പോയി. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് വന്ന് ഹൈയിലെ ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്തെന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ? ഇപ്പോൾ വന്ന് ഹൈയിലെ ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്തു. അങ്ങനെയാണ് എന്താണ്, ഇവിടെ കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് ആവാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ റിവേഴ്സ് ആവാം. ഇവിടെ നിന്ന് എന്താണ്, ബയ്യേഴ്സ് മാത്രമല്ല സെല്ലേഴ്സും ട്രാപ്പ് ആവണം. ഇപ്പോൾ ഇതിന് മുകളിൽ എന്താണ്, വീക്കായിട്ടുള്ള സെല്ലേഴ്സും ട്രാപ്പ് ആവണം. ഇവിടെ നിന്നെല്ലാം സെല്ല് ചെയ്ത സെല്ലേഴ്സും ട്രാപ്പ് ആവണം. അതുപോലെ തന്നെ ഇവിടുന്ന് ബയ്യിങ്ങിലേക്ക് വരുന്ന ബയ്യേഴ്സും ട്രാപ്പ് ആകുമ്പോഴാണ് നമ്മൾ സെല്ലിലേക്ക് എൻട്രി എടുക്കുന്നത് കേട്ടോ. ഡയറക്റ്റായിട്ടല്ല, കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുള്ളൂ. ബയ്യേഴ്സും ട്രാപ്പ് ആവണം, അതുപോലെ തന്നെ സെല്ലേഴ്സും ട്രാപ്പ് ആവണം. അവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാർക്കറ്റിൽ എപ്പോഴും വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെയും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ബയ്യേഴ്സിനെയും മാർക്കറ്റ് റിമൂവ് ചെയ്തിട്ടേ പോവുള്ളൂ. ഓക്കെ അല്ല, എന്നാലേ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ലിക്വിഡിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ല, അപ്പോൾ അതുപോലെ ഈ ബയ്യേഴ്സും സെല്ലേഴ്സും ട്രാപ്പ് ആവുന്നിടത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് കേട്ടോ. ഇനി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാൻഡലിന് ശേഷം പ്രൈസ് ഇവിടെ വരെ വന്നു, അതിന് ശേഷം വന്നിട്ട് വീണ്ടും ഹൈനെ ബ്രേക്ക് ചെയ്തു. ഇതിൻ്റെ ലോ എന്താണ്, ഇതിൻ്റെ ലോ എന്തായിട്ടാണ് വരുന്നത്, ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും അല്ലേ. ഹയ്യസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം പ്രൈസ് ഇത്രയും വന്നിട്ട് വീണ്ടും ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലോ എന്താണ്, ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഈ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനാണ് ഏറ്റവും പവർ കൂടുതൽ. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മളെന്താണ്, ഇവിടെ വരെ ക്യാൻഡിൽസ് വന്നിട്ടുള്ളൂ എന്നാണെങ്കിൽ നമ്മളിത് മേജർ ലോ ആയിട്ട് മാർക്ക് ചെയ്യും. ഇതും പവറുള്ള ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ്. ഓക്കെ അല്ലേ? ഇതിനും പവറുണ്ട്, ഇതിന് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഇനി ഹൈനെയും കൂടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ, സ്ട്രക്ചർ ബ്രേക്കൊക്കെ കിട്ടിയതുകൊണ്ട് കൂടുതൽ ലിക്വിഡിറ്റി ഇതിന് താഴെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? സ്ട്രക്ചർ ബ്രേക്കൊക്കെ വന്നതുകൊണ്ട് പിന്നീട് എന്താണ്, ഇവിടുന്ന് തന്നെ ബൈ ചെയ്യുന്നവരുടെ സ്റ്റോപ്പ് ലോസും ഇതിന് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് പിന്നെ ചെറിയൊരു റീട്രേസ്മെൻറ്റ് വരുമ്പോൾ ഇവിടുത്തെ ഓർഡർ ബ്ലോക്കിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റിയിലൊക്കെ ട്രേഡ് നോക്കുന്നവരുടെ എന്താണ്, സ്റ്റോപ്പ് ലോസ് എല്ലാം ഇതിന് താഴെയാണ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നതിനാണ് ഏറ്റവും പവർ കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് എന്തായാലും അവിടെ നിന്ന് റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലാണ് ഇതിൻ്റെ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ലോയും നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ഈ ലോ എന്താണ്, ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയായിട്ട് നമുക്ക് ഈ ഇൻഡ്യൂസ്മെൻറ്റും പിന്നെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അതിൽ ഇതിൻ്റെ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ ആവുന്നില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ മേജർ ഹൈയോ ലോയോ മാർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇതുപോലെ ഇപ്പോൾ ഹൈ ആണ് മാർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ക്യാൻഡിൽസ് ഇവിടെ താഴേക്ക് വന്നാൽ നമുക്കിവിടെ എന്താണ്, ഇതിൻ്റെ ഹൈ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഹൈ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ഹൈ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇൻഡ്യൂസ്മെൻറ്റ് വരുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് ഒറ്റ ക്യാൻഡിൽ തന്നെ വന്നിട്ട് ഈ ഹൈനെ ബ്രേക്ക് ചെയ്താലും കുഴപ്പമില്ല, നമുക്കെന്താണ് ഇതിൻ്റെ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിലാണെങ്കിൽ പോലും ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. കാരണം ഇൻഡ്യൂസ്മെൻറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പവർ കൂടുതലാണ്.
ഓക്കെ അല്ലേ. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ, ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു, ഇപ്പോൾ ഹയസ്റ്റ് ആൻഡ് ലോനെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലും ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിത് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലേ. അപ്പോൾ ഇതുപോലെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല. ഇനി വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ തന്നെയുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ നിന്നൊരു സെല്ലിങ് ക്യാൻഡിൽ ഇതുപോലെ വന്നിട്ട്, ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതുപോലെ വന്നിട്ട് ഇവിടെ നിന്നാണ് പ്രൈസ് ഫസ്റ്റ് താഴോട്ട് വന്ന് അതിന് ശേഷം മുകളിലോട്ട് വന്ന് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലും ഇതിൻ്റെ ലോ എന്താണ്, ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ഇതുപോലെ വരും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യാം. 4 ഹവറിലൊക്കെ നോക്കുവാണെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, മാർക്കറ്റിൽ അത്യാവശ്യം വർക്ക് ചെയ്യും. ഇപ്പോൾ ഒന്നിലധികം ക്യാൻഡിൽസ് ഇതുപോലെ വന്നിട്ടാണ് നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് മാർക്ക് ചെയ്യാം. ഇനി ഒരു സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻ്റ് തന്നെ, ഒറ്റ ക്യാൻഡിൽ തന്നെ ഇതുപോലെ മാർക്കറ്റിൽ വന്നിട്ട്, ഓക്കെ ഇപ്പോൾ ഒരു ബയ്യിങ് ക്യാൻഡിൽ ഇവിടെ നിന്ന് വന്നു, ഇതിന് ശേഷം എന്താണ്, വീണ്ടും വന്ന ക്യാൻഡിൽ സെല്ലിങ്ങിലേക്ക് വന്നു. ഓക്കെ അല്ലേ, ഇതുപോലെ സെല്ലിങ്ങിലേക്ക് വന്നു, അതിനുശേഷം എന്താണ്, ഇവിടെ നിന്ന് വന്ന ഒറ്റ ക്യാൻഡിൽ തന്നെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിലും ഇതിൻ്റെ ലോ നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻ്റ് എടുത്താലും കുഴപ്പമില്ല, അത്യാവശ്യം വർക്ക് ചെയ്യും കേട്ടോ. പക്ഷേ നിങ്ങൾ മേജർ ഹൈയോ ലോയോ മാർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽ താഴോട്ടുണ്ടെങ്കിൽ മാത്രമേ മേജർ ഹൈ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ് മുകളിലോട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ ലോയും ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ചാർട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിന് അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ടൈം എടുത്ത് കണ്ടു നോക്കുക. ഇത് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഈ മേജർ ഹൈ മാർക്ക് ചെയ്യുന്നത്, അതുപോലെ മേജർ ലോ മാർക്ക് ചെയ്യുന്നത്, ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നത്, ഇത് നമുക്കൊരു ചാർട്ട് തന്നെ കുറച്ച് എക്സാമ്പിൾ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ഐഡിയ കിട്ടിക്കോളും. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ NSDUSTൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിലെ ചാർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 4 hourലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഈ ഒരു ഭാഗം മുതൽ ഇവിടെ മുതൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ഒരു ഭാഗം മുതലൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് എന്താണ്, ലോവസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിൽ ലോയിന് ബ്രേക്ക് ചെയ്തു, അപ്പോൾ പുതിയൊരു ലോവസ്റ്റ് ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം നെക്സ്റ്റ് വന്ന ക്യാൻഡിലും ലോവസ്റ്റ് ക്യാൻഡിലെ ലോയിനെയാണ് ഫസ്റ്റ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടിയ ക്യാൻഡിൽ. അപ്പോൾ ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ ഫസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് കേട്ടോ. ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിലായിട്ട് നമുക്കിവിടെ ഒരെണ്ണം കിട്ടി, അതിൻ്റെ ഹൈനെ ഒരെണ്ണം ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ എന്താണ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? നോക്കി, നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യം തന്നെയാണ്. ഇപ്പോൾ ഹയസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയിന് ബ്രേക്ക് ചെയ്ത് 1-2 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൈ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് 1-2 ക്യാൻഡിൽ വരുവാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ലോ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേ കാര്യം തന്നെ ഇവിടെ നോക്കിയാൽ മതി. ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡലിന് ശേഷം ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ വന്നു. ഇനി ഒരു ക്യാൻഡിലും കൂടെ ഇവിടെ വരുവാണെങ്കിൽ എന്താണ്, ഒരു ക്യാൻഡിലും കൂടെ വരുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ പവറാവും. ഓക്കെ അല്ല? അങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് വന്നതിന് ശേഷം ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം. ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഇതിനകത്ത് ഒന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ അത്രത്തോളം നോക്കണമെന്നില്ല, അത്രത്തോളം വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് റിപ്ലൈയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, വീണ്ടും ഹൈയിലേക്കാണ് വന്നത്. അപ്പോൾ ഇത് നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തു, പ്രൈസ് അത്രത്തോളം മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡിറ്റിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന് ശേഷം നമുക്ക് ഏതായിരിക്കും മറ്റൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നോക്കി, ഈ ഒരു ലിക്വിഡിറ്റി ഓൾറെഡി കഴിഞ്ഞു, വന്ന് ടച്ച് ചെയ്തു, ഇവിടുന്ന് പ്രൈസ് ഇത്രയും മുകളിലോട്ട് പോയി. പിന്നെ നമ്മൾ ഈ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, ഇത് പിന്നെയും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും ഹൈലോട്ട് പോയി, പിന്നീട് വന്ന ക്യാൻഡിൽ അതിൻ്റെ ലോയിനെയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് മേജർ ലോയും കിട്ടി, അതേപോലെ തന്നെ ഹൈ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും മാറി. ഓക്കെ അല്ലേ? ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെയും ബ്രേക്ക് ചെയ്തു, ലോയിനെയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഹൈ എന്താണ്, ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത ദിവസത്തേക്കുള്ളൊരു ലിക്വിഡിറ്റി ആയിട്ട് ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ലോവസ്റ്റ് ആയിട്ട് കിട്ടിയത് ഒരു ക്യാൻഡിൽ ഇതാണ്. ഇതിന് ശേഷം 1-2 ക്യാൻഡിൽ മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ലോയിനെയും മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ മാർക്ക് ചെയ്യാനായിട്ടില്ല. ഓക്കെ അല്ലേ? ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്, നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ലോവസ്റ്റ് ആയിട്ട് ഒരു ക്യാൻഡിൽ കിട്ടി, അതിനുശേഷം 1-2 നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ വന്നിട്ട് ഈ ലോയിൽ ലിക്വിഡിറ്റി എടുത്തു. അപ്പോൾ നമുക്കിത് അത്രത്തോളം നോക്കണമെന്നില്ല കേട്ടോ, ഒന്നും അത്രത്തോളം വർക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ അത് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്, പക്ഷേ അത്രത്തോളം നോക്കണമെന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് ഒന്നിലധികം ക്യാൻഡിൽസ് ഇവിടെ നിന്നിട്ടാണ് ഈ ലോയിന് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് നോക്കാമായിരുന്നു. ഓക്കെ അല്ലേ? ഇതിന് ശേഷം ഹൈലോട്ട് നോക്കുകയാണെങ്കിലും ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യാനില്ല. വീണ്ടും മാർക്കറ്റ് വന്നിട്ട് എന്താണ്, ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ലോവസ്റ്റ് ക്യാൻഡിലിനെ ഹൈനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് അതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് ഇതിൻ്റെ ലോ പുതിയൊരു ലിക്വിഡിറ്റി ആയിട്ടും മാറി. അപ്പോൾ അടുത്ത ദിവസത്തേക്കൊക്കെ മാർക്കറ്റ് വരുവാണെങ്കിൽ നമുക്ക് പിന്നെന്താണ് ഇവിടെ നിന്നും ട്രേഡ് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈ മാർക്ക് ചെയ്ത് ലോ മാർക്ക് ചെയ്യുന്ന ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഹൈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ലോയും കിട്ടി. ഇതിന് ശേഷം എന്താണ്, മാർക്കറ്റ് ഫസ്റ്റ് വന്ന് ഈ ലിക്വിഡിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ നോക്കാം. ഇനി ഫസ്റ്റ് വന്ന് ഈ ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലും നോക്കാം. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഇനി ഞാൻ വീണ്ടും റീപ്ലൈയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. വീണ്ടും ഒന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതിൽ പുതിയ ലിക്വിഡിറ്റി ഏരിയ ഒന്നും മാർക്ക് ചെയ്യാനായിട്ട് ഈ ഭാഗത്തില്ല കേട്ടോ. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹയസ്റ്റ് ക്യാൻഡിൽ, അതിനുശേഷം ഇത് ഇൻസൈഡ് ബാറാണ്, നെക്സ്റ്റ് ക്യാൻഡിൽ ഹൈനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ഇൻസൈഡ് ബാർ ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ അല്ലേ? പുതിയ ലിക്വിഡിറ്റി ഇല്ല. ഈ ലിക്വിഡിറ്റിയിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുമായിരുന്നെങ്കിൽ ഇവിടുന്ന് നമുക്ക് ട്രേഡ് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇതിന് ശേഷം ഞാൻ വീണ്ടും റീപ്ലൈയിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻഡിൽ വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു, പിന്നീട് ഒരു ക്യാൻഡിലും കൂടെ വന്നു. ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഇവിടെ പഠിച്ച പോലെ തന്നെ ഹയസ്റ്റ് ക്യാൻഡിലിന് ഇപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാൻഡിൽ ഏതാണ്, ഇതാണ്. ഇപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിൽ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് ശേഷം എന്താണ്, ഹയസ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോയിനെ 1-2 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഹൈയും ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? പുതിയൊരു ഹൈ ആയിട്ട് ഈ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാം.
ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഹൈയിലേക്ക് ഫസ്റ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് സെല്ല് നോക്കാം. ഇനി അതുപോലെ തന്നെയോ മാർക്കറ്റ് ഫസ്റ്റ് വന്ന് ഈ ലോയിനെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയും നോക്കാം. അപ്പോൾ ഇതിനുള്ളിൽ പുതിയ ലിക്വിഡിറ്റി ഒന്നും തന്നെ ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി ഞാൻ വീണ്ടും റീപ്ലേയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിലായിട്ട് ഈ ഒരു ക്യാൻഡിൽ കിട്ടി ഇല്ല, ലോവസ്റ്റ് ക്യാൻഡിൽ വന്നു, ലോവസ്റ്റ് ക്യാൻഡിൽ വന്നു, ലോവസ്റ്റ് ക്യാൻഡിൽ വന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒന്നിലധികം ക്യാൻഡിൽ ഇവിടെ നിന്നിട്ടുണ്ട്. നോക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ലോയും ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു ലോ നമുക്ക് പുതിയൊരു ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ല, ഒരു ലോയും കിട്ടി. അതുപോലെ തന്നെ ഇതിൽ മേജർ ലോ ഉണ്ട്, ഇവിടെ ഒരു മേജർ ഹൈയും ഉണ്ട്. അതിനുള്ളിൽ തന്നെ ഒരു ലോയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ലോയിനെ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടുന്ന് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹൈ അതേ ടൈമിൽ തന്നെ എന്താണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും മാറി. ഓക്കെ അല്ലേ, ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷം ഞാൻ വീണ്ടും റീപ്ലൈയിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ് മാർക്കറ്റ് അതേപോലെ തന്നെ പോയിട്ട് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അതേപോലെ തന്നെ പോയി ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു. ഒറ്റ ക്യാൻഡിൽ തന്നെ അല്ലേ ലിക്വിഡിറ്റി ഇവിടുന്ന് വന്നു, അതേപോലെ തന്നെ അത്രയും പവറിൽ പോയി ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു. ഇതിന് ശേഷം ചെറിയൊരു സെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിലും മാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്ക് ഒരു 30 മിനിറ്റിലേക്കോ 50 മിനിറ്റിലേക്കോ പോകുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ഒരു കുറച്ച് ക്യാൻഡിൽസ് കിട്ടിയാൽ മതി ടാർഗറ്റ് ഹിറ്റ് ആവാനായിട്ട്. ഓക്കെ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു എക്സാമ്പിളായിട്ട് ഞാനതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത ഏതാണ് നോക്കി. ഇപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ബൈയിങ് ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഫസ്റ്റ് ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് ബയ്യേഴ്സും ഫെയിലായിട്ടുണ്ട്. അതിനുശേഷം ഇത്രത്തോളം സെല്ലിങ് ക്യാൻഡിലും താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊക്കെ തന്നെ മതി അത്യാവശ്യം ടാർഗറ്റ് എടുക്കാനായിട്ട്. ഓക്കെ അല്ല, അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് നോക്കാം കേട്ടോ. ഈ മേജർ ഹൈയും ലോയും മാർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ വിസിബിളായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ നമ്മൾ മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് ലിക്വിഡിറ്റി മാർക്കറ്റ് ഓൾറെഡി എടുത്തു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ലോവസ്റ്റ് ക്യാൻഡിലായിട്ട് വന്നവനെ ഏതാ ഇതായിരുന്നു ലോവസ്റ്റ് ക്യാൻഡിൽ. ഇതിന് ശേഷം ഇതൊരു ലോവസ്റ്റ് ക്യാൻഡിലാണ്. ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ലോയും ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഇതിൻ്റെ ലോയും ലിക്വിഡിറ്റിയാണ്. തൊട്ട് താഴെ വേറൊരു ലിക്വിഡിറ്റി ഉണ്ട്. മേജർ ഹൈ എന്ന് പറയാനും ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ എല്ലാം വരുവാണെങ്കിൽ നമുക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ വീണ്ടും എന്താണ് ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ വന്നു, അവിടെ നിന്നൊരു സെല്ല് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഹൈ മാർക്ക് ചെയ്യാനായിട്ടില്ല. ഇതിന് ശേഷം ഒരു ക്യാൻഡിലും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈയും മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് വരുവാണെങ്കിലും ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നോക്കി വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ നോക്കി ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് ഹയ്യസ്റ്റ് ക്യാൻഡിൽ. അതിനുശേഷം ഒറ്റ ക്യാൻഡിൽ വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് ലിക്വിഡിറ്റി എടുത്തു. അപ്പോൾ ഇത് അത്രത്തോളം വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ക്യാൻഡിലാണ് വന്ന് ഇതിനകത്തേക്ക് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടെ സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നിലധികം ഇപ്പോൾ ഒരു ക്യാൻഡിലാണ് വന്നുള്ളൂ, ഒന്നിലധികം ക്യാൻഡിൽസ് വന്നിട്ട് ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ പിന്നെ സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ. ഇത് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് ടച്ച് ചെയ്യുന്ന അത്രത്തോളം സാധ്യതയില്ല കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ട്രേഡ് നോക്കാൻ പറ്റുന്ന ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ അല്ലേ. ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നോക്കാം. മാർക്കറ്റ് വന്ന ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തു. ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാമായിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് ഇവിടുന്ന് സെല്ല് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇവിടുന്നും എൻട്രീസ് നോക്കാനായിട്ട് പറ്റും. പിന്നീട് മാർക്കറ്റ് ഇവിടെ നിന്ന് നോക്കി ഹയ്യസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിലിൻ്റെ ഹൈനെയും ബ്രേക്ക് ചെയ്തല്ലോ. അപ്പോൾ ഇതിൻ്റെ ലോ നമുക്ക് എന്താണ് പുതിയൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും മാർക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ലോ എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വന്നു. ഓക്കെ അല്ലേ. പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഒന്നും കൂടെ ഒന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇനി ഹൈയിൽ പുതിയ ലിക്വിഡിറ്റി ഏരിയ ഇല്ല. ഇപ്പോൾ വേണമെങ്കിൽ ഒരു പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് നോക്കി ഹയ്യസ്റ്റ് ക്യാൻഡിൽ, അതിനുശേഷം വീണ്ടും ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ, പിന്നീട് ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ. ഇപ്പോൾ ഇവിടെ ഒന്നിലധികം ക്യാൻഡിൽസ് ഈ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ് ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ ഡൗൺ സൈഡിലേക്ക് ക്ലോസ് ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ ഹൈ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിലൂടെ വന്നപ്പോൾ ഇതെന്താണ് വന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല. ഇതൊരു ബൈയിങ് ക്യാൻഡിലായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല.
ഈ സെക്കൻഡ് ക്യാനിൽ ശേഷം വരുന്ന ക്യാനിൽ തന്നെ വന്നിട്ട് ഇതിനകത്ത് ടച്ച് ചെയ്യുവാണെങ്കിൽ സാധ്യത കുറവാണ്. ആ ഒരു ക്യാനിൽ ഇവിടെ നിന്നിട്ട് നെക്സ്റ്റ് ക്യാനിലാണ് വന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധ്യത കൂടുതലാണ് കേട്ടോ മാർക്കറ്റ് റിവേഴ്സലിന്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ട്രേഡുകൾ നോക്കാൻ പറ്റിയ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ ഇതൊരു ലോ ആണ്, ഇതും ഒരു ലോ ആണ്. അപ്പോൾ ഇതിലേക്കൊക്കെ വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുവാണെങ്കിലും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് വന്ന് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തു അല്ലേ, ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു, അതേപോലെ തന്നെ പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലിക്വിഡിറ്റിനെ ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇത് മദർ ക്യാനിനുള്ളിലാണ്, നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ലോവസ്റ്റ് ക്യാനിലായിട്ട് കിട്ടിയവന് ഇവനാണ് അല്ലേ. ലോവസ്റ്റ് ക്യാനിന് ശേഷം നെക്സ്റ്റ് ഒരു ക്യാനിൽ വന്നു, നെക്സ്റ്റ് ഒരു ക്യാനിൽ വന്നു, നെക്സ്റ്റ് ഒരു ക്യാനിൽ വന്നു. ഇതാണ് ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാനിലായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് രണ്ടും എന്താണ്, ഈ മദർ ക്യാനിനുള്ളിലാണ്. ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാനിലായിട്ട് കിട്ടിയിരിക്കുന്നവൻ ഇവൻ അല്ലേ. ഇതിന് ശേഷം ഒരു ക്യാനിൽ ഇതിനുള്ളിൽ വന്നു, നെക്സ്റ്റ് ക്യാനിൽ വന്ന് ലോയിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഹയ്യസ്റ്റ് ക്യാനിലെ ലോയിനെ ബ്രേക്ക് ചെയ്തു. അതിന് ശേഷം എന്താണ്, 1, 2, 3 അതിന് ശേഷം വന്ന ക്യാൻഡിലാണ് ഹൈനെ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ 1, 2 ക്യാൻഡിൽ ഇവിടെ താഴോട്ട് വന്നതിന് ശേഷമാണ് നെക്സ്റ്റ് വന്ന ക്യാൻഡിലിൻ്റെ ഹൈനെടുത്തത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്, ഇവിടെ ഹയ്യസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും വരും. ഓക്കെ അല്ലേ? ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് വരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പുതിയ ഈ ഒരു ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തു. അതിനുശേഷം എന്താണ്, പുതിയൊരു ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം പ്രൈസ് ഇത്രയും മുകളിലോട്ട് വന്നപ്പോൾ ഇതും നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലേ. ഇവിടെ നിന്ന് ഇപ്പോൾ പ്രൈസ് മുകളിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് കിട്ടിയ ലോ ഇതാണ്. ഇവിടെ നിന്നാണ് പ്രൈസ് ഇത്രയും മുകളിലോട്ട് വന്നത്. അതിനുശേഷമാണ് വീണ്ടും ലോയിലേക്ക് വന്ന് വീണ്ടും ഹൈനെ ബ്രേക്ക് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ലിക്വിഡിറ്റി ഏരിയ, ഒരു ലോയും കിട്ടി, ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ട്രേഡ് നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ട്രേഡ് നോക്കാം. ഇതിന് ശേഷം എന്താണ്, മാർക്കറ്റ് വന്ന് ഈ ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ താഴെ മാർക്കറ്റ് ഏത് ലിക്വിഡിറ്റിയിലോ വന്നതിന് ശേഷം കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നത് നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് താഴോട്ട് വന്നു. അപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇപ്പോൾ സംഭവിച്ചു നോക്കി, ഇതൊക്കെ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാമായിരുന്നു. ഇത് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം, ഇത് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം, ഇത് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് ഫസ്റ്റ് ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്തു, ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടാതെ നെക്സ്റ്റ് ക്യാനിൽ വന്ന് ഇവിടേക്കും വന്നു, ഇതിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് പിന്നെ കയറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മുതലാണ് കൺഫർമേഷൻ നോക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് വന്നു, ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് അല്ല വന്ന്, സെല്ലിംഗ് വന്നു, ലോവർ ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്ന് സെല്ലിംഗ് വന്നു, ഇതിലേക്ക് വന്നിട്ടാണ് പിന്നെ ബൈയിങ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലിക്വിഡിറ്റി നോക്കണ്ട. നമ്മൾ ഇവിടെ നിന്നാണ് പിന്നെ ട്രേഡും കാര്യങ്ങളും നോക്കുന്നത്. അത് എൻട്രി കൺഫർമേഷനിലേക്ക് വരുമ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ശേഷം നോക്കിയാൽ മാർക്കറ്റ് വന്ന ആ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുത്തു, ഇത്രത്തോളം പ്രൈസ് മുകളിലോട്ട് പോയി. ഓക്കെ അല്ലേ? ഞാനൊന്ന് 30 മിനിറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 30 മിനിറ്റ് 50 മിനിറ്റിലേക്ക് പോയത് കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് ഇതായിരുന്നു, ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്ത ക്യാനിൽ ഏതാ, ഇവൻ തന്നെ വന്ന് ടച്ച് ചെയ്തു, ഫസ്റ്റത്തേലും സെക്കൻഡാമത്തെ ലിക്വിഡിറ്റിയിലും വന്ന് ടച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവരെ വെച്ചിട്ട് പിന്നെ ഇവിടെ ട്രേഡോ കാര്യങ്ങളോ നോക്കണ്ട. ഈ ഒരു ക്യാനിൽ ഇവിടുന്ന് നെക്സ്റ്റ് ലിക്വിഡിറ്റിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ ലിക്വിഡിറ്റി അങ്ങ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ട്രേഡ് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ ട്രേഡ് നോക്കേണ്ടത്. ഇവിടെ നോക്കണം അത്യാവശ്യം വർക്കായിട്ടുണ്ട്. എൻ്റെ കൺഫർമേഷൻ ഞാൻ അടുത്തതിലേക്ക് വരും പറഞ്ഞുതരാം കേട്ടോ. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 ലിക്വിഡിറ്റി കിട്ടി, അതും ഇതുപോലെ തന്നെയാണ്. മാർക്കറ്റ് നോക്കി ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഇതാണ്, അതിലേക്ക് വന്ന് ടച്ച് ചെയ്ത് കൺഫർമേഷൻ ഇല്ല. തൊട്ടടുത്തിന് വേറെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, അതിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടാണ് കൺഫർമേഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ക്യാനിൽ തന്നെ വീണ്ടും ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ വെച്ചിട്ട് നമ്മൾ കൺഫർമേഷൻ ഒന്നും നോക്കണ്ട. ഓക്കെ അല്ല, ഇവനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ വെച്ചിട്ട് കൺഫർമേഷൻ നോക്കിയാൽ മതി കേട്ടോ. അത് ഞാൻ എൻ്റെ കൺഫർമേഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഇവനങ്ങ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഇവനിൽ വെച്ച് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ നോക്കാം കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ വീണ്ടും 4 ഹവറിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം ഒന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചാനൽ നോക്കുകയാണെങ്കിൽ ഹൈയിലേക്ക് പോയി പിന്നെ താഴോട്ട് വന്നു. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഇവനൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഈ ഒരു ലിക്വിഡിറ്റിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു, ലോയിനെ ബ്രേക്ക് ചെയ്തു. ഇത് നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് ലോ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി? ഇല്ല അല്ലേ? കാരണം എന്താ, വന്ന് ടച്ച് ചെയ്ത ലോവസ്റ്റ് ക്യാൻഡിൽ ഇവനാണ്. അതിനുശേഷം ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈനെ ബ്രേക്ക് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ വന്നിട്ട് ഇതിൻ്റെ ലോയിനെ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് അത്രത്തോളം സാധ്യതകൾ കുറവാണ്. ഇവിടെ നിന്നൊക്കെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും മുകളിലോട്ട് പോയിട്ടുണ്ട്. ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ട്രേഡ് അത്യാവശ്യം 6 വന്നിട്ടുണ്ടാവും.
പക്ഷേ ഇങ്ങനെയുള്ള ലിക്വിഡിറ്റിനെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യാറില്ല കേട്ടോ. കുറച്ചും കൂടെ വിസിബിൾ ആയത് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിലായിട്ട് ഇവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന് മുകളിൽ 1-2 ക്യാൻഡിൽ ഇതുപോലെ നിന്നിട്ട് പിന്നെ വന്ന് ഈ ഒരു ലോയിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് നോക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതുപോലെ ഒരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈന് ബ്രേക്ക് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ അതിനകത്തൊന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ അത്രത്തോളം സാധ്യതകൾ ഇല്ല കേട്ടോ. ഓക്കെ ആവുന്നില്ല. ഇപ്പോൾ ഇത്രയും ലിക്വിഡിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടി. ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ശരിക്കും ഡെയിലിയിലെ ഇതിനേക്കാളും സാധ്യത വന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലിയിലെ ലോ എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് 4 ഹവറിൽ ആ ഒരു ലോ എടുത്തതിന് ശേഷമല്ല, ശരിക്കും ഇത് കണ്ടില്ലേ, ഇത് 4 ഹവറിൽ ഈ ഒരു ലോ എടുത്തതിന് ശേഷമല്ല കേട്ടോ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയേക്കുന്നത്. ഓക്കെ അല്ലേ? അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് ശരിക്കും വർക്കായതിൻ്റെ കാരണം ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തു, അതേ ക്യാൻഡിൽ വന്ന് ഇവിടെ ടച്ച് ചെയ്ത് കാണാൻ പറ്റും. ഇത് 4 ഹവറിൽ ലോയാണ്, പക്ഷേ ഇത് റിവേഴ്സ് അയക്കുന്നത് ആ ഡെയിലിയിൽ ലോ എടുത്തത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടിക്കോളൂ. ഇപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഇതുപോലെ ഹയസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് സെല്ലിലേക്ക് പോയിട്ട് പിന്നീട് വന്ന് പ്രൈസ് ഹൈയിലേക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്, ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു, ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുക ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്, വീണ്ടും മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടുന്ന് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ലോയിനെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ലോ നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റ് 4 ഹവറിലേക്ക് ഇട്ടോടെ നമുക്ക് മാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഇനി മേജർ ഹൈയും ലോയും എടുക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മേജർ ഹൈ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാൻഡിലിന് ശേഷം, ഓക്കെ അല്ലേ, ഹൈ ആണ് നിങ്ങൾ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ സെല്ലിങ്ങിലേക്ക് വന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതിലേക്ക് മാർക്കറ്റ് ഒന്ന് ടച്ച് ചെയ്താലും ഇത് റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഓക്കെ അല്ലേ? ഇതിന് ശേഷം ഒരു ക്യാൻഡിലും കൂടെ വരുവാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഹൈയിലേക്ക് വരുവാണെങ്കിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ എത്രത്തോളം ക്യാൻഡിൽസ് ഇവിടെ ഉണ്ടോ അത്രത്തോളം പവറാവും ഹൈയിലെ ലിക്വിഡിറ്റി. മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത അത്രത്തോളം കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി അതുപോലെ തന്നെ എന്താണ്, ബയ്യിങ്, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് ബയ്യിങ്ങിലേക്ക് പോയി. ഓക്കെ അല്ലേ? ബയ്യിങ്ങിലേക്ക് പോയിട്ട്, ഓക്കെ അല്ലേ, ബയ്യിങ്ങിലേക്ക് പോയി, ഇതിന് ശേഷം എന്താണ്, ബയ്യിങ്ങിലേക്ക് പോയിട്ട് വീണ്ടും സെല്ലിലേക്ക് 1-2 ക്യാൻഡിൽ ഉണ്ടാക്കി. ഓക്കെ അല്ലേ? വീണ്ടും ഇവിടുന്ന് ബയ്യിലേക്ക് പോയി, ഒന്നിലധികം ക്യാൻഡിൽസ് ഇതുപോലെ വന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതൊക്കെ ബയ്യിങ്ങിലേക്കുള്ള ക്യാൻഡിലാട്ടോ. ക്യാൻഡിലിൻ്റെ കളറും കൂടെ ഒന്ന് വേണമെങ്കിൽ മാറ്റിയേക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ബയ്യിലേക്ക് മാർക്കറ്റ് പോയി, അതിനുശേഷം വീണ്ടും എന്താണ്, സെല്ലിലേക്ക് 1-2 ക്യാൻഡിൽ വന്നു, വീണ്ടും ബയ്യിലേക്ക് 1-2 ക്യാൻഡിലും കൂടെ ക്രിയേറ്റ് ആയി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ 1-2 ബയ്യിലേക്കും വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മേജർ ലോ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ഒരു ലോയിലേക്ക് പിന്നെ മാർക്കറ്റ് വരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും. ഇത് കുറച്ചും കൂടെ വർക്ക് ചെയ്യും. ഇനി ഇവിടെ ഒറ്റ ക്യാൻഡിലേ, ഇപ്പോൾ ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒറ്റ ക്യാൻഡിലേ മുകളിലോട്ട് വന്നിട്ടുള്ളൂ എന്നാണെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ കുറച്ച് സാധ്യത എന്താണ്, കുറവായിരിക്കും. ഒന്നിലധികം ക്യാൻഡിൽസ് മുകളിലോട്ട്, ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽസ് മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാനും സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഒന്നിലധികം തവണ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കാരണം ഒരു ചാർട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ചാർട്ട് ഞാൻ നോക്കി എടുത്തതാണ്. കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു ചാർട്ട് എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ കുറേ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഹൈ ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വന്നു. ഒറ്റൊരു റേഞ്ചിൽ തന്നെ ഒരുപാട് ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുപോലെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നിലധികം ഒന്ന് കണ്ട് നോക്കുക കേട്ടോ, അപ്പോഴൊരു ഐഡിയ ഇട്ടുള്ളൂ. നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ഞാൻ എന്താണ്, എൻട്രി കൺഫർമേഷൻ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്, നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ?
ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ എന്താണ് ലിക്വിഡിറ്റി ഏരിയ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഓരോ ടൈപ്പ് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ മേജർ ഹൈ മാർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ മേജർ ലോ ആണ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഇൻഡ്യൂസ്മെൻ്റ് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെപ്പറ്റി എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് കൺഫർമേഷൻ നോക്കി എൻട്രി എങ്ങനെയാണ് എടുക്കുന്നത്, ഇപ്പോൾ എന്തൊക്കെ കൺഫർമേഷനാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് മെയിനായിട്ടും 3 എൻട്രി കൺഫർമേഷനാണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തതാണ് BOF, രണ്ടാമത്തതാണ് BOS, അതുപോലെ മൂന്നാമത്തതാണ് ചോച്ച്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ BOF എൻട്രി കൺഫർമേഷനിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നോക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാനൊരു മേജർ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഹൈ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് എന്താണ് മെല്ലെ വന്നിട്ട് ഹൈയിലെ ലിക്വിഡിറ്റി ഏരിയയിലും ടച്ച് ചെയ്തു. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇവിടുന്ന് എന്തുകൊണ്ട് പ്രൈസ് താഴോട്ട് വരണമെന്ന് അല്ലേ? പ്രൈസ് ഇവിടുന്ന് താഴേക്ക് വരണമെങ്കിൽ എന്താണ് അതിൻ്റേതായ ഒരു കാരണം ഉണ്ടാവും. വെറുതെ ഒന്നും പ്രൈസ് താഴേക്ക് വരില്ലല്ലോ. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് കണക്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഫസ്റ്റത്തെ കാര്യമാണ് ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഈ ലിക്വിഡിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ഓർഡേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു 4 കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എന്താണ് ഒരു NSD/USDൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താണ് ലോജിക്കലി ഇത് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു പ്രൈസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ? ടാറ്റ മോട്ടേഴ്സിൻ്റെ സ്റ്റോക്കാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതിൽ ഞാൻ എന്താണ് ഒരു 100 എന്ന് പറഞ്ഞൊരു പ്രൈസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താണ് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഞാൻ ഈ 100 എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 97 എത്തി. ഇതിൽ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ 100 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മാർക്കറ്റ് വന്ന് ഒരു 97 എത്തി. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഓർത്ത് നോക്കി, നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് അതുപോലെ ന്യൂസൊക്കെ നോക്കി എവിടെ നോക്കിയാലും ഇതിനെപ്പറ്റിയായിരിക്കും ചർച്ചകൾ നടക്കുന്നത്. ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏരിയ ആണ്, അപ്പോൾ പ്രൈസ് ഇതിന് മുകളിലോട്ട് പോകില്ല എന്ന് പറഞ്ഞുള്ള ചർച്ചകളായിരിക്കും എല്ലായിടത്തും നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ളവരെന്താവും അത് കാണുമ്പോൾ പോയിട്ട് ഇപ്പോൾ 100 എന്ന് പറയുന്ന പ്രൈസിലാണ് ഇപ്പോൾ മാർക്കറ്റ് 100 എന്നുള്ളതാണ് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് എങ്കിൽ നമ്മളിതിന് താഴെ പോയി സെല്ല് ചെയ്യാൻ തുടങ്ങും. സ്റ്റോപ്പ് ലോസ് എന്താണ് 100 എന്ന് പറയുന്ന പ്രൈസിന് മുകളിലോട്ട് കൊടുക്കാനും നോക്കും ഇല്ല. പിന്നെ പ്രൈസ് താഴേക്ക് അത്രത്തോളം പോലും നമുക്ക് പ്രോഫിറ്റ് ആണല്ലോ അത് പ്രതീക്ഷിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിന് മുകളിൽ ലിക്വിഡിറ്റി വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു 97 അല്ലെങ്കിൽ ഒരു 97 എന്നുള്ള പ്രൈസ് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ആ ചർച്ചകളെല്ലാം കണ്ട് നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ പ്രൈസ് ഏകദേശം 97 എന്നുള്ള പ്രൈസിലാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മളെന്താക്കും, അപ്പോൾ ഇവിടെ നിന്ന് ഒരു സെല്ലിങ് ക്യാനലോ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ തുടങ്ങും. ഇതിന് മുകളിൽ ഒരു 100 101 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസും കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് ശരിക്കും ഇതിൽ വരുന്നത് നോക്കിയാൽ, നമ്മൾ ഇവിടെ നിന്ന് സെല്ലെടുക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായിട്ടാണ് വരുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മാർക്കറ്റിനെ മൂവ് ചെയ്യാനുള്ള ഫ്യൂവലാണ് ലിക്വിഡിറ്റി. ബൈ ഓർഡേഴ്സ്, സെൽ ഓർഡേഴ്സ്, പെൻഡിങ് ഓർഡേഴ്സ് ഇതിനെല്ലാമാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈസ് നമ്മൾ ഇവിടുന്ന് 97 സെല്ലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 100 101 മുകളിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തു. അപ്പോൾ ഇതിന് മുകളിൽ എന്താണ് കൂടുതൽ ലിക്വിഡിറ്റി വന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ ഈ ഒരു ക്യാൻഡിലിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇതിലൊരു 100 ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു 100 ക്വാണ്ടിറ്റി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ഇതിന് മുകളിൽ കുറവാണ്. ഓക്കെ, ഓരോ ക്യാൻഡിലിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഒരു ഏരിയൻ്റെ മുകളിലേക്ക് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി ഉണ്ട്, നെക്സ്റ്റ് ക്യാൻഡിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ് വീണ്ടും 1-2 ക്യാൻഡിൽ വന്നിരിക്കട്ടെ. ഇവിടെ നിന്നൊക്കെ സെല്ലേഴ്സ് വന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്താണ് ലിക്വിഡിറ്റി വന്ന് ഇവിടെ നിന്നൊക്കെ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റായി അല്ലേ? കൂടുതൽ ഓർഡേഴ്സ് ക്രിയേറ്റായി. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ ഓർഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ ഇത്രയും പേര് സെല്ല് വന്നു. ഇപ്പോൾ ഒരു 97 ലാസ്റ്റ് എന്താണ് മാർക്കറ്റ് വന്ന് 98 എത്തി. അപ്പോൾ ഇതിന് മുകളിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് 98 സെല്ല് ചെയ്തവരും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഇവർ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു 100 101 102 ഇതിന് മുകളിലേക്ക് കൊടുത്തു എന്ന് ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? ഒരു 100 101 അതുപോലെ തന്നെ ഒരു 102 ഈ ഒരു പ്രൈസും കൂടെ കൊടുത്തേക്കാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്നെല്ലാം എന്താണ് സെല്ലേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നെല്ലാം ഈ സെല്ലേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം എന്താണ് വരുന്നത്? വേറെ ഒന്നുമില്ല, ഓർഡേഴ്സ് ആയിട്ട് മറ്റൊരു സൈഡിലുണ്ടാവും. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്നെല്ലാം സെല്ലേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഒരു 101 102 ഈ ഒരു ഏരിയയിലായിരിക്കും ലിക്വിഡിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ക്യാൻഡിൽസിലെല്ലാം ഇവിടെ ഒരു 100 ഇവിടെ ഒരു 100 ഇവിടെ ഒരു 100 ക്വാണ്ടിറ്റി ഇവിടെ ഒരു 100 ക്വാണ്ടിറ്റി അങ്ങനെ ലിക്വിഡിറ്റി എല്ലാം ഇവിടെ ചെതറിയാണ് കിടക്കുന്നത്.
ഓക്കെ അല്ലേ? പക്ഷേ ഇതിന് മുകളിൽ എന്താണ്, ഒറ്റയടിക്ക് ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് 100 അല്ലെങ്കിൽ 101, 102 ഈ ഒരു റേഞ്ചിലൊക്കെ സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഇതിന് മുകളിലുണ്ട്. ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും 100, 200 ക്വാണ്ടിറ്റി വെച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഒറ്റയടിക്ക് പോയിട്ട് ഒരു 1 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു 1 ലക്ഷം ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് സെല്ല് ചെയ്യണം. ഞാൻ ഇവിടെ പോയിട്ട് സെല്ല് ചെയ്യാൻ നിൽക്കുമോ? ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സെല്ല് ചെയ്യുവാണെങ്കിൽ എൻ്റെ എല്ലാ ഓർഡർ ഇവിടെ ഓപ്പൺ ആവുമോ? ഇല്ല. ലിക്വിഡിറ്റി കുറവേണ്ടെന്നാണ്. ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു 10,000 ഓർഡേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ അടുത്തതിലായിരിക്കും ഒരു 10,000 കിട്ടുന്നത്. ഇങ്ങനെ അടുത്തതിലായിരിക്കും ഒരു 10,000 കിട്ടുന്നത്. ചിലപ്പോൾ ഈ പ്രൈസ് ഇത്രയും താഴെ എത്തുമ്പോഴേക്കും എൻ്റെ 1 ലക്ഷം ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് ഓപ്പൺ ആവുന്നത്, എല്ലാ ഓർഡേഴ്സും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അത്രയും പ്രൈസിലൊരു ഗ്യാപ്പ് വന്നു. പക്ഷേ അതേ സ്ഥാനത്ത് നോക്കി പ്രൈസ് ഇതിന് മുകളിലോട്ട് വരുവാണെങ്കിലോ എനിക്ക് 10,000 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണം. ഇവിടെ നിന്ന് എല്ലാം സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്, ബൈ ഓർഡർ ആയിട്ട് അതിന് മൂല്യം കിടപ്പുണ്ട് ഇല്ലേ? അപ്പോൾ എനിക്കൊരു 10,000 ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ സെല്ല് കൊടുക്കുവാണെങ്കിലോ, ഇല്ല 10,000 അല്ല 1 ലക്ഷം ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ സെല്ല് കൊടുക്കുവാണെങ്കിലോ എൻ്റെ ഓർഡർ എല്ലാം ഇവിടെ നിന്ന് ഈ ഒരു പ്രൈസ് തന്നെ കിട്ടൂലേ ഇല്ലേ? അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാനൊരു 10,000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 1 ലക്ഷം ക്വാണ്ടിറ്റി ഇതിന് മുകളിൽ സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാം സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്, ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് എല്ലാം സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്, ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളതെന്നിരിക്കട്ടെ. ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. ഞാൻ എന്താണ് നേരെ വന്നിട്ട് ഇതിന് മുകളിൽ ഒരു 101 എന്ന് പറയുന്ന പ്രൈസിന് മുകളിൽ എന്താണ് ഇവിടെ നിന്ന് സെല്ല് കൊടുത്തേക്കുക. ഒരു 1 lakh ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ നിന്ന് സെല്ലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിന് മുകളിലൊരു 1 lakh ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ നിന്ന് സെല്ല് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൈസ് സ്വാഭാവികമായിട്ട് എന്താവും, ഇതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് ഓപ്പൺ ആകുമ്പോൾ പ്രൈസ് എന്തായാലും താഴേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ലിക്വിഡിറ്റി വരുന്ന പ്രൈസ് ഇതുപോലെ റിവേഴ്സ് ആവാനുള്ള ഫസ്റ്റത്തെ ഒരു കാരണം നമുക്കിവിടെ കിട്ടി. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ കാരണം എന്താണ്, വീക്കായിട്ട് ഇവിടെ നിന്നെല്ലാം സെല്ല് ചെയ്ത വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെല്ലാം മാർക്കറ്റ് റിമൂവ് ചെയ്യും. അതിനുശേഷം എന്താണ്, ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് സെല്ല് വരുമ്പോൾ പ്രൈസ് താഴോട്ട് വരും. ഫസ്റ്റത്തെ ഒരു കാരണം നമുക്ക് കിട്ടി. ഓക്കെ അല്ല? അപ്പോൾ ഇതിന് മുകളിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റിൻ്റെ എല്ലാത്തിനും മുകളിൽ ഓർഡേഴ്സും ഉണ്ട്. ഇനി മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾ, മാർക്കറ്റിൽ സെല്ലേഴ്സ് മാത്രമാണ് ഉണ്ടാവുന്നത് ഇല്ലേ? ഇപ്പോൾ സെല്ലേഴ്സ് മാത്രമാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഇത് മാത്രമാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത് അല്ല. ഇവിടെ നിന്നാണ് ബൈ എന്ന രീതിയിൽ നോക്കിയ ബയ്യേഴ്സും ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ 100 എന്ന് പറയുന്ന പ്രൈസ് ഇതൊരു റെസിസ്റ്റൻസ് ആണെങ്കിൽ പ്രൈസ് എന്താണ്, ഒരു 97, 95 കിടക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്തവരും മാർക്കറ്റിൽ ഉണ്ടാവും അല്ലേ? ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടൊക്കെ കണ്ടു, ഇവിടെ നിന്ന് ബൈ ചെയ്തവരും മാർക്കറ്റിൽ ഉണ്ടാവും. അതുപോലെ ഇവിടെ നിന്ന് ബൈ ചെയ്തൊരു മാർക്കറ്റിൽ ഉണ്ടാവും, ഇവിടെ നിന്ന് ബൈ ചെയ്തൊരു മാർക്കറ്റിൽ ഉണ്ടാവും, ഇവിടെ നിന്ന് ബൈ ചെയ്തൊരു മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇവരും ടാർഗറ്റൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്ത ഒരാൾ നമ്മളിപ്പോൾ ഒരു ബൈ ചെയ്യുവാണെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ തന്നെ എക്സാമ്പിളായിട്ട് നോക്കുക, നമ്മളൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നു അല്ല, പ്രൈസ് ഇതിലേക്ക് വന്ന് ഇവിടെ വന്ന് കൺഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നു. നമ്മൾ എവിടെയായിരിക്കും ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്? ഇതിന് മുകളിൽ കൊടുക്കുമോ, അല്ല ഈ മേജർ ഹൈൻ്റെ മുകളിൽ കൊടുക്കുമോ? ഇല്ല, നമ്മൾ സേഫായിട്ട് ടാർഗറ്റ് ആയിരിക്കും കൊടുക്കുന്നത്, ഈ സ്വിങ്ങിലെ ഹൈ ആയിരിക്കും ടാർഗറ്റായിട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതേ രീതിയിൽ ലോജിക്കലി കണക്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇവിടെ നിന്നെല്ലാം ബയ്യേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ബയ്യർ വന്നു, ഇവിടെ നിന്ന് ബയ്യേഴ്സ് വന്നു, ഈ ലോയിൽ ബൈ ചെയ്തവരെല്ലാം എന്താണ് ടാർഗറ്റ് ഏകദേശം ഒരു 100 എന്ന് പറയുന്ന പ്രൈസ് ആയിരിക്കും ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ വന്നു, ഇപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്ത് ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ബൈ ചെയ്തവരും ടാർഗറ്റ് ഇതായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ്, പ്രൈസ് ഇതിലേക്ക് വരുവാണെങ്കിൽ കൂടുതൽ ബയ്യേഴ്സ് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു റേഞ്ചിലൊക്കെ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്താണ്, പ്രൈസ് താഴോട്ട് വരാൻ മറ്റൊരു കാരണമായി അല്ലേ? ഫസ്റ്റ് ലിക്വിഡിറ്റിയിൽ ഓർഡേഴ്സ് വന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് ബയ്യേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴും പ്രൈസ് താഴെ വരാനുള്ളൊരു കാരണമായി. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് 2 കാരണം കിട്ടിയ, ഒന്നാമത്തത് എന്താണ് ലിക്വിഡിറ്റി, രണ്ടാമത്തെ ബയ്യേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ്. എന്തായാലും മാർക്കറ്റിൽ ഇപ്പോൾ നോക്കി അത്രയും വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുക. ഇപ്പോൾ ലോയിൽ ബൈ ചെയ്തു, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് 50, ഇവിടെ 50 എന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ? ഇത് 100 ഹയസ്റ്റ് പ്രൈസാണ്. ഇപ്പോൾ ഈ 50 മേടിച്ച് ഒരു 500 വിൽക്കാൻ നോക്കുമോ, അടുത്തൊരു റെസിസ്റ്റൻസ് 100 എല്ലാം കൂടെ വിൽക്കാൻ വേണ്ടി നോക്കുമോ? ഇതായിരിക്കും തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസിൽ വിൽക്കാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തവരെല്ലാവരും എന്താണ്, ഇവിടെ പോയിട്ട് ഒറ്റയടിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ പ്രൈസ് എന്തായാലും താഴെ വരും. ലോജിക്കലി കണക്റ്റ് ആവുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഇതും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സെറ്റപ്പ് എന്തുകൊണ്ട് വർക്കാവും എന്നുള്ള കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് എന്താണ്, ഇവിടുന്ന് ബൈ ചെയ്തവരെല്ലാം ഇതിന് മുകളിലോട്ട് വന്നപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്തേക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത്ര ഹ്യൂജ് ക്വാണ്ടിറ്റിയൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് വേണ്ടത്ര ലിക്വിഡിറ്റി എന്താണ് ഇതിന് മുകളിൽ നിന്ന് കിട്ടുകയും ചെയ്തു.
അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം സെല്ല് ചെയ്ത് വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെല്ലാം റിമൂവ് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തു. അപ്പോൾ സ്ട്രോങ് ആയിട്ട് വരേണ്ട സെല്ലേഴ്സിന് വേണ്ട ലിക്വിഡിറ്റി എല്ലാം ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രൈസ് റിവേഴ്സ് ആവുകൊണ്ട് 2 കാരണമായി. ഇനി മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മളൊരു ന്യൂസ് വരുവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാമിൽ ഇപ്പോൾ ഒരു പ്രൈസ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് തന്നെ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 100 എന്നുള്ളത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനടുത്ത് മാർക്കറ്റ് എത്തുമ്പോൾ എന്താണ്, മാർക്കറ്റ് ഇതുപോലെ നിൽക്കുമ്പോഴത്തേക്കും ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് 100 എന്ന് പറയുന്ന പ്രൈസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ 200 നിൽക്കുള്ളൂ, വെച്ച് പിടിച്ചാൽ കിട്ടൂല, ബൈ ചെയ്തോന്ന് പറയുന്നവരും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടുന്ന് അഗ്രസീവായിട്ട് ബൈ ചെയ്യുന്നവരും ഉണ്ടാവും അല്ലേ? ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് അഗ്രസീവായിട്ട് ബൈ ചെയ്ത് ഇതിന് താഴെ ഒരു 98, 95 എസ് എൽ കൊടുത്തിട്ട് ബൈ ചെയ്യുന്നവരും ഇവിടെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ അതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് എന്താണ്, ഇപ്പോൾ 100 പ്രൈസ് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ബൈ ചെയ്തൊരു മാർക്കറ്റിലുണ്ട്. അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇതിന് താഴെ വരാം, ഇതിന് താഴെ വരാം, ഇതിന് താഴെ വരാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഈ 97 എന്ന് പറഞ്ഞ ഒരു 97, 98, ഒരു 95 ഇതിന് താഴെയും ഇവരുടെ സ്റ്റോപ്പ് ലോസ് വരാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്തവരും എന്താണ്, ഇവരുടെ സ്റ്റോപ്പ് ലോസും ഇതിന് താഴെ വരാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്തവരും ഉണ്ട്. ഇനി നെക്സ്റ്റ് ഒരു 1-2 ക്യാൻഡിലും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്നും ബൈയേഴ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവും അല്ല? ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്തവരും ഉണ്ടാവും. ഇവരുടെ സ്റ്റോപ്പ് ലോസും നമുക്ക് നോക്കാം. ഇവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്, ഇതിന് താഴേക്ക് ആയിട്ടുണ്ടെന്നിരിക്കട്ടെ, ഇതിന് തൊട്ട് താഴേക്ക് ഇരിക്കട്ടെ. ഇവിടെ നിന്ന് ബൈ ചെയ്തവരും ഉണ്ട്. ഈ ബൈ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ എന്താണ്, ബൈ ചെയ്തു, ഇവർ ബൈയേഴ്സ് വന്നു, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ് കിട്ടി, ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, 3 കാര്യങ്ങൾ നടന്നു. ഇനി ഈ ബൈയേഴ്സും കൂടെ ട്രാപ്പ് ആവുകയാണെങ്കിലോ, ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഞാൻ പണ്ടൊക്കെ ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പോൾ ഞാനിതുപോലെ ഒരു റെസിസ്റ്റൻസ് ഇതുപോലെ വന്ന് ഇവിടെ കുറച്ച് മാർക്കറ്റ് ഇതുപോലെ നിന്നിട്ടൊരു റേഞ്ച് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ് കേട്ടോ, കറക്റ്റായിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതിനടുത്ത് വന്നിട്ട് ഇതുപോലെ റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്താക്കും, ഈ ബ്രേക്ക് ചെയ്തെടുത്ത് നിന്ന് എൻട്രി എടുക്കും. ഓക്കെ അല്ലേ? ഈ ബ്രേക്ക് ഔട്ട് നടന്ന ക്യാൻഡിലിൽ എൻട്രി എടുക്കും. തൊട്ടടുത്തുള്ള ഇതുപോലത്തെ റേഞ്ചിന് താഴെ എസ് എൽ കൊടുക്കും. പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് ഒക്കെ ടാർഗറ്റായിട്ടും കൊടുക്കും. അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാനത്തൊരു ഏരിയ തന്നെ ചുമ്മാ ഒരു പ്രൈസ് മാർക്ക് ചെയ്ത് അവിടെ വരെ ടാർഗറ്റ് ഇങ്ങനെ കൊടുക്കും. ഓക്കെ അല്ലേ? ഇതിന് ശേഷം എന്താണ്, ഞാൻ ബൈ ചെയ്തു. ഇതിന് ശേഷം ഇതുപോലെ 1-2 ക്യാൻഡിൽ ബൈയിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഓക്കെ അല്ലേ? ബൈ ചെയ്തതിന് ശേഷം ഒരു ക്യാൻഡിൽ മുകളിലോട്ട് വന്നു, അതുപോലെ ഒരു ക്യാൻഡിലും കൂടി ചെറുതായിട്ട് മുകളിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും, പ്രോഫിറ്റിലാണല്ലോ നിൽക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു സെല്ലിംഗ് ക്യാൻഡ് ഇതുപോലെ നമ്മൾ എൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുവാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കി. കിട്ടിയ പ്രോഫിറ്റ് പോയി, ചെറിയൊരു ഫിയർ വന്നു, താഴോട്ട് പോവോ, എസ് എൽ ഹിറ്റാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഇപ്പോൾ അതേ അവസ്ഥ തന്നെയല്ലേ ഇവിടെ നിന്ന് ബൈ ചെയ്തവർക്കും ഉണ്ടാവുക അല്ലേ? ഇനി അതുപോലെ തന്നെ ഇപ്പോൾ 1-2 ക്യാൻഡിൽ ഓക്കെ അല്ലേ, ഞാൻ ഈ റേഞ്ച് കുറച്ചും കൂടെ ഒന്ന് താഴെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റേഞ്ച്, ഞാൻ ഇങ്ങനെയാണ് എടുത്തെന്നിരിക്കട്ടെ. ഇനി ഇതിന് ശേഷം 1-2 ക്യാൻഡിൽ, ഒരു ക്യാൻഡിലും കൂടെ ഇതുപോലെ താഴേക്ക് വന്നു. ഓക്കെ അല്ലേ? നമ്മൾ ബൈ ചെയ്തതിന് താഴേക്ക് ഒരു ക്യാൻഡിലും കൂടെ വന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വീണ്ടും കയറിയിട്ട് ഇങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കും ഇല്ല, പ്രൈസ് പിന്നെ റിവേഴ്സ് ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ സകലമാന ഹോപ്പുകൾ നഷ്ടപ്പെടും അല്ലേ? പിന്നെ പ്രൈസ് പോകില്ല എന്നുള്ളത് ഉറപ്പാവും. അപ്പോൾ നമ്മളെപ്പോലുള്ളവരെന്താക്കും, ഇവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയൊരു സെല്ലിംഗ് ക്യാൻഡിലും കൂടെ അതുപോലെ വരുമ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്യും. എക്സിറ്റും ചെയ്യാനായിട്ട് തുടങ്ങും ഇല്ല? ഈ ഒരു ക്യാൻഡിലേക്ക് കാണുമ്പോഴത്തേക്കും അറിയാം നമ്മൾ ട്രാപ്പായി, എന്തായാലും എസ്എല്ലിലേക്ക് പോകുന്നു. അപ്പോൾ ചെറിയൊരു ലോസിൽ കട്ട് ചെയ്ത് മാറാൻ ഓർത്ത് നമ്മൾ ഇവിടെ നിന്നൊക്കെ തന്നെ എക്സിറ്റ് ചെയ്യാൻ തുടങ്ങും അല്ല? അപ്പോൾ ഇങ്ങനെ ഹ്യൂജ് ക്വാണ്ടിറ്റി, ഇവിടെ നിന്നും ഹ്യൂജ് ക്വാണ്ടിറ്റി എന്താണ്, ബൈ ചെയ്തവരും പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് മാറുവാണെങ്കിലോ ഇല്ല? ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ബൈ ചെയ്തു, ഇവരും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുവാണെങ്കിലോ, ഇതും എക്സ്ചേഞ്ചിലേക്ക് എന്ത് ഓർഡറായിട്ടാണ് പോകുന്നത്, എന്ത് ഓർഡറായിട്ടായിരിക്കും പോകുന്നത്, സെൽ ഓർഡർ. ഇതുപോലെ ഹ്യൂജ് സെൽ ഓർഡേഴ്സ് ഒരേ ടൈമിൽ ഒറ്റയടിക്ക് മാർക്കറ്റിലോട്ട് വന്നാലോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത്ര ലിക്വിഡിറ്റി, അവരുടെ ഹ്യൂജ് ഓർഡേഴ്സ് ഇവിടെ നിന്ന് ഓപ്പണായി, രണ്ടാമത്തെ ബൈയേഴ്സ് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി, ഹൈയിൽ വെച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി, മൂന്നാമത്തെ എന്താണ് ഇവിടുന്ന് ബൈയേഴ്സ് വന്ന് അവരും ട്രാപ്പായി, ഇവരുടെ എല്ലാ ഓർഡേഴ്സ് എന്താണ് മാർക്കറ്റിൽ എക്സ്ചേഞ്ചിലേക്ക് സെൽ ഓർഡറായിട്ടാണ് പോകുന്നത് ഇല്ലേ? അപ്പോൾ ഹ്യൂജ് സെൽ ഓർഡേഴ്സ് ഒറ്റയടിക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകാൻ എന്താണ്, പ്രൈസ് വീഴും അല്ലേ? നമ്മൾ ന്യൂസ് ടൈമിൽ കാണുന്നതായിരുന്നു തന്നെ അല്ലേ? അപ്പോൾ ഇതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താണ്, ഈ 3 കാര്യങ്ങൾ മാത്രം, എന്തുകൊണ്ട് അവിടുന്ന് പ്രൈസ് ഇത് വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെ റിമൂവ് ചെയ്താലേ നമുക്കെന്താണ്, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് സെല്ലേഴ്സ് വന്നു, ഇവിടെ നിന്ന് ചിലപ്പോൾ 1-2 ക്യാൻഡിലൊക്കെ സെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിന് മുകളിലുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ മാർക്കറ്റ് പോവുക. അപ്പോൾ ഇവിടെ നിന്നാണ് ഹ്യൂജായിട്ട് ഇപ്പോൾ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുന്നവർക്ക് വേണ്ടത്ര, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടത്ര ലിക്വിഡിറ്റി ഇതിന് മുകളിലോട്ട് വന്നാൽ കളക്ട് ചെയ്യുക.
രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ലോയിലൊക്കെ വെച്ച് ബൈ ചെയ്തവർ ഇതിന് മുകളിൽ വെച്ചിട്ട് എന്താണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. ഓക്കെ അല്ലേ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത്ര ലിക്വിഡിറ്റി ഇതിന് മുകളിലോട്ട് പോയാൽ കിട്ടും. അതുപോലെ ഇതിന് മുകളിലേക്ക് വന്ന ബയ്യേഴ്സിന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. ഇനി ഇതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് എന്ന രീതിയിലൊക്കെ ബൈയിലേക്ക് വന്നവരോട് ട്രാപ്പ് ആകുകയാണെങ്കിലും എന്താണ് പ്രൈസ് താഴോട്ട് വരും. ബയ്യേഴ്സ് വന്നാലും എന്താണ് ബയ്യേഴ്സ് ട്രാപ്പ് ആവുകയാണെങ്കിലും പ്രൈസ് താഴോട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ അല്ലേ. നമ്മുടെ സെറ്റപ്പിലും ഇതേ കാര്യമാണ്. BOF എന്ന് പറയുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അതിൽ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളോട് ഞാൻ ഈ ചാർട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലുള്ളൊരു ഐഡിയ കിട്ടിക്കോളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് നമുക്ക് ലോജിക്കലി കണക്റ്റ് ആവണം അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഐഡിയ കിട്ടാൻ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് എൻട്രി എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക്കലി കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് നല്ല നല്ല ട്രേഡുകൾ എങ്ങനെ എടുക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ അതും കൂടി ഞാൻ BOF എൻട്രി എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ.
ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് പ്രൈസ് എന്തുകൊണ്ട് റിവേഴ്സ് ആവുന്നുള്ള കാര്യങ്ങളായി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് പ്രൈസ് റിവേഴ്സ് ആവുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ എൻട്രി എടുക്കാം, അതിൽ വരുന്നതാണ് ഏറ്റവും സാധ്യതയുള്ള BOF ഏതാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും സാധ്യത കുറവുള്ള BOF ഏതാണെന്ന് നമുക്കറിയണം. ഓക്കെ അല്ലേ? എൻട്രി എടുക്കുമ്പോൾ ഏറ്റവും സാധ്യതയുള്ള BOF അറിയണം, ഏറ്റവും സാധ്യത കുറവുള്ള BOF നമ്മൾ അറിയണം. ഓക്കെ അല്ലേ? ഇത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ എൻട്രി എടുക്കാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് അതിൻ്റെ ടൈം ഫ്രെയിമും കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എന്താണ് ഒരു 4 hourലാണ് ഇതുപോലെ ലിക്വിഡിറ്റി ഏരിയ ഇൻഡ്യൂസ്മെൻറ്റോ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓവർ ടൈം ഫ്രെയിം ആയിട്ട് ഒരു 30 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. 30 മിനിറ്റിലായിരിക്കും പോയിട്ട് എൻട്രീസ് നോക്കുന്നത് കേട്ടോ. ഇനി ഞാനൊരു ഡെയിലിയിലാണ് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യാന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്വിംഗ് എന്ന രീതിയിൽ നമ്മൾ 4 hour ലോവർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഹയർ ടൈം ഫ്രെയിം ഡെയിലിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ 4 hour ലോവർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഞാൻ വീക്കിലിയാണ് എടുക്കുന്നതിരിക്കല്ലേ. വീക്കിലിയിൽ ലിക്വിഡിറ്റിയാണ് ഇതുപോലെ മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിലോ ലോവർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കേണ്ടി വരും. സ്വിംഗ് എന്ന രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡെയിലിയാണ് നമ്മൾ ലോവർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ ഈ 4 hourലെയും 30 മിനിറ്റിലെയും ഒരു കുറച്ച് എക്സാമ്പിൾ ഏറ്റവും സാധ്യതയുള്ള BOF ഏതാണ് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് എന്താണ് ജസ്റ്റ് ഒന്നതിൽ പറഞ്ഞുതരാം, അതിനുശേഷം കുറച്ച് ആർട്ടിൽ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഒരു 4 hourൽ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിലേക്ക് വന്നെന്താണ് പ്രൈസ് ഇവിടുന്ന് മെല്ലെ വന്നിട്ട് എന്താണ് മെല്ലെ വന്ന് ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റിൻ്റെ അടുത്ത് വരെ എത്തി. ഓക്കെ അല്ലേ? ഇനി ഇതിന് ശേഷം എന്താണ് പിന്നെ ഇപ്പോൾ ലാസ്റ്റത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ ഓപ്പൺ ചെയ്യും. നെക്സ്റ്റ് 4 hourലെ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് മെല്ലെ വന്ന് എന്താണ് ഇതിൻ്റെ മുകളിലോട്ട് വന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ? മെല്ലെ ഇതിന് മുകളിലോട്ട് വന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഇനി ഇവിടുന്ന് മെല്ലെ സെല്ല് വരുവാണെങ്കിലോ മെല്ലെ സെല്ല് വരുവാന്നിരിക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടുന്ന് മെല്ലെ സെല്ല് വന്ന് ലാസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്തതിനേക്കാളും താഴെ പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതൊരു റെഡ് ക്യാൻഡിലായിട്ട് മാറും അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് സെല്ല് വന്നെന്താണ് ഒരു റെഡ് ക്യാൻഡിലായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഇതിപ്പോൾ നോക്കി ഒരു നല്ലൊരു BOF ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു BOF ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ഒരു BOF ആണ്. കാരണം ഈ ഹൈൻ്റെ മുകളിലോട്ട് വന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് സെല്ലിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു സെല്ലിംഗ് ക്യാൻഡിലായതുകൊണ്ട് ഇതൊരു BOF ആണ്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു ലൈന് താഴേക്ക് എന്താണ് ഇതിന് മുകളിൽ പ്രൈസ് പോയിട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ BOF ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു BOF ആണ്. പക്ഷേ ഇത് എത്രത്തോളം മാർക്കറ്റിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും നോക്കി. ജസ്റ്റ് എന്താണ് വന്നു ഇതിന് മുകളിലോട്ട് വന്നപ്പോൾ കുറച്ച് ഓർഡേഴ്സ് കളക്ട് ആയപ്പോഴത്തേക്കും പ്രൈസ് എന്താണ് ഇതിന് മുകളിൽ സെൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് ഓർഡേഴ്സ് വന്നപ്പോഴത്തേക്കും ക്യാൻഡിൽ എന്താണ് സെല്ല് വന്നു. ഈ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി എല്ലാം എടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുന്ന BOFകൾ മാർക്കറ്റിൽ എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 30 മുതൽ 40% ഇങ്ങനെയുള്ള BOFകൾ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ അല്ല? അതിനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന BOFൽ എന്താണ് ഇത് വർക്ക് ചെയ്യാൻ സാധ്യതകൾ കുറച്ച് കുറവാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇത് നമുക്ക് എക്സാമ്പിളായിട്ട് അടുത്തൊരു BOF നോക്കാം. ഫസ്റ്റത്തെ BOF എന്താണ് വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ തന്നെ റിവേഴ്സിൽ കാണിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു BOFൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതുപോലെ വന്നിട്ട് ഇതിൻ്റെ ഹൈയിൽ കുറച്ചും കൂടെ മുകളിൽ പോയിട്ടാണ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നിരിക്കട്ടെ. ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തു. ഇനി ഇവിടുത്തെ എന്താണ് ഈ ഹൈയിലെ ലിക്വിഡിറ്റി മൊത്തം മാർക്കറ്റ് കളക്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം അത്യാവശ്യം മാർക്കറ്റ് എടുത്തു. ഇതിന് ശേഷം എന്താണ് നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇതുപോലെ സെല്ലിലേക്ക് ക്ലോസ് ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ലിക്വിഡിറ്റീൻ്റെ താഴെ ഇതുപോലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതും BOF തന്നെയാണ് ഇല്ലേ? ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എക്സാമ്പിൾ നോക്കിയപ്പോൾ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ എന്താണ് ഇതിന് മുകളിലോട്ട് വന്ന് ചെറിയൊരു വിക്ക് ഇതിന് മുകളിൽ വന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ സെല്ലിങ്ങിലേക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതെന്താണ് സാധ്യത കുറവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനിയിപ്പോൾ അടുത്തതിൽ എന്താണ് ഇതിന് കുറച്ചും കൂടെ മുകളിൽ വന്ന് ലിക്വിഡിറ്റി അത്യാവശ്യം കളക്ട് ചെയ്തു. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് സെല്ലും കാണിച്ചു. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലിക്വിഡിറ്റി ഈ ഒരു ഹൈൻ്റെ താഴെ തന്നെ മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് ഇതും ഒരു BOF ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് രണ്ടാമത്തൊരു BOF ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ഈ ഒരു ലോയിന് താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇതും ഒരു BOF ആണ്. നമുക്ക് പ്രൈസ് ഇങ്ങനെയോ അല്ലെങ്കിൽ ഈ രീതിയിലോ എടുക്കാം കേട്ടോ. ഇതും ഒരു BOF തന്നെയാണ്. പക്ഷേ ഇതും എന്താണ് ഇത് എത്ര ശതമാനം മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ അറിയണം ഇല്ലേ? നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒരു 30% മുതൽ 40% വരെ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ ഇതുപോലെ റിവേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യം പഠിച്ചു.
ഇനി ഇങ്ങനെ വരുന്ന BOF വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ കുറച്ച് മുകളിലോട്ട് വന്നു, നെക്സ്റ്റ് ക്യാൻഡിലാണ് സെല്ല് കാണിക്കുകയെന്നുണ്ടെങ്കിലും ഇങ്ങനെ വരുന്ന BOF എത്രയാണ്? ഒരു 40 മുതൽ 50% വരെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പോൾ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലിൽ എന്താണ്, അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിലാണ് സെല്ല് ഇതുപോലെ കാണിച്ചതിന് താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിലും ഇതൊരു 40 മുതൽ 50% വരെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സെല്ല് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് എന്താണ് പ്രൈസ് താഴോട്ട് വരാം. അപ്പോൾ ഇതിനും ഇത്രത്തോളം സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്കെന്താണ് അതുപോലെ അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതും കൂടെ വരുമ്പോൾ ലാസ്റ്റത്തെ രണ്ടെണ്ണം എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കോളും. ഇപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ. ഓക്കെ, ഇത് മൂന്നാമത്തെ എക്സാമ്പിളാണ് കേട്ടോ. വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ എന്താണ്, ഇതിന് മുകളിലോട്ട് വന്ന് അത്യാവശ്യം ലിക്വിഡിറ്റി കളക്ട് ചെയ്തു. ഓക്കെ അല്ലേ, ഇതിന് മുകളിലോട്ട് വന്നിട്ട് അത്യാവശ്യം ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തു. ഓക്കെ അല്ലേ, അതിന് ശേഷം എന്താണ് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട്, വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവനാണല്ലേ അല്ലേ, വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതിന് മുകളിലോട്ട് വന്ന് എന്താണ് ഇവിടേക്ക് വന്നു. ഈ ഒരു സെൽ റിജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിന്നെല്ലാം ഓർഡേഴ്സ് പ്രൈസ് മുകളിലോട്ടൊന്ന് ഇവിടുത്തെ ഓർഡേഴ്സ് എല്ലാം വന്നുകൊണ്ടാണ് പ്രൈസ് എന്താണ് സെൽ ഓർഡേഴ്സ് എല്ലാം എടുത്തപ്പോഴാണ് പ്രൈസ് താഴെ വന്നത്. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇവിടെ നിന്ന് സെൽ, ഇതിപ്പോൾ ഓവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഈ ഒരു വിക്ക് എന്ന് പറയുന്നൊരു സെൽ ക്യാൻഡിലായിട്ടായിരിക്കും കാണുന്നത്. അത് ഞാൻ ചാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ എല്ലാ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത ക്യാൻഡിൽ ഇവനാണ് അല്ല, ലിക്വിഡിറ്റി മൊത്തം എടുത്തവൻ ഇവനാണ്. ഇനി ഇതിന് ശേഷം എന്താണ് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇതുപോലെ എടുത്തു. ഓക്കെ അല്ലേ, വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈയിലെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ അല്ലേ, ഇതിന് ശേഷം എന്താണ്, ഇപ്പോൾ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലിൻ്റെ മൊത്തം ലിക്വിഡിറ്റി എന്താണ്, ഈ ഒരു ക്യാൻഡിൽ എടുത്തു. ഇതിന് ശേഷം ഒരു കുറച്ച് ക്യാൻഡിൽസ് ഇതുപോലെ നിന്നാണ് ഓക്കെ അല്ലേ, ഒരു ക്യാൻഡിലിൻ്റെ കളറൊന്ന് മാറ്റുന്നത് കേട്ടോ. ഒരു കുറച്ച് ക്യാൻഡിൽസ് ഇതുപോലെ നിന്നാണ് ഓക്കെ അല്ലേ, ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ടാണ് ഇരിക്കട്ടെ. ഓക്കെ അല്ലേ, ഒന്നിലധികം കുറച്ച് ക്യാൻഡിൽസ് ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണ് ഈ ഒരു ഹൈനെ, ഈ ഒരു നമ്മുടെ മാർക്ക് ചെയ്ത് വെച്ച ലൈനിനെ ബ്രേക്ക് ചെയ്തെന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം വർക്ക് ചെയ്യും? ഇത് നല്ലൊരു BOF ആണ്, കാരണം വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ ലിക്വിഡിറ്റി എടുത്തു. അതിനുശേഷം എന്താണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈന് താഴെ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് ഒരു BOF തന്നെയാണ്. ഇനി ഇത് മാർക്കറ്റിൽ എത്ര ശതമാനം വർക്ക് ചെയ്യുമെന്ന് നോക്കി, എത്രത്തോളം സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്താണ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് വീക്കായിട്ട് നിന്നിട്ടാണ് പിന്നെ സെല്ലേഴ്സ് വന്നത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം സെല്ലേഴ്സ് സ്ട്രോങ് ആണ്, എന്താണ് പെട്ടെന്ന് തന്നെ പ്രൈസ് താഴെ 1-2 ക്യാൻഡിൽ തന്നെ പ്രൈസ് താഴേക്ക് വരണമായിരുന്നു അല്ലേ. ഇല്ല, അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് വീക്കാണ്, അതാണ് പ്രൈസ് ഒരുപാട് നിന്നിട്ട് ലിക്വിഡിറ്റി വീക്കാണ്. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ കുറച്ച് ഇതിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഒരു 50 മുതൽ ഒരു 70% വരെ വർക്ക് ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇനി നമുക്ക് ഏറ്റവും സാധ്യതയുള്ളൊരു BOFൻ്റെ കാര്യം നോക്കാം. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് ചാർട്ടിൽ എക്സാമ്പിൾ എടുത്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ ഈ മാർക്ക് ചെയ്ത ക്യാൻഡിൽസ് എല്ലാം ഒന്ന് കളയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഏറ്റവും സാധ്യതയുള്ള BOF ഏതാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ, ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്തു. ഓക്കെ അല്ലേ, ഈ ഫസ്റ്റത്തെ ക്യാൻഡിൽ ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്തു. ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇതിൻ്റെ കളർ എന്തും ആയിക്കോട്ടെ, അതിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തു. ഇതിൻ്റെ ഹൈയിൽ കുറച്ച് മുകളിലോട്ട് വിക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി മാർക്കറ്റ് എന്താണ് ഇതിൽ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് നിൽക്കുന്നേ ഉള്ളൂ എന്നാണെങ്കിൽ എന്താണ് മൊത്തം ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലിന് ശേഷം എന്താണ് ഒരു വിക്കൊക്കെ മുകളിലോട്ട് വന്ന് ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം മാർക്കറ്റ് ഏകദേശം കളക്ട് ചെയ്തു. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്താണ് ലിക്വിഡിറ്റി മൊത്തം എടുത്ത ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഇതാണ്. ഓക്കെ അല്ലേ, ഇവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് പ്രൈസ് ഇങ്ങനെ താഴെ വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇതൊരു സെൽ ക്യാൻഡിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇപ്പോൾ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ ഇതാണ്. ഇതിന് ശേഷം എന്താണ് നെക്സ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ടിരിക്കട്ടെ. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ നിന്ന് സെല്ല് വന്നു, ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇതുപോലെ തന്നെ കളക്ട് ചെയ്തു. ഓക്കെ അല്ലേ, ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സെൽ ക്യാൻഡിലായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഓക്കെ അല്ലേ, ഇതുപോലെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഇവിടുന്ന് പ്രൈസ് മുകളിലോട്ട് പോയപ്പോൾ ഇവിടുന്ന് പ്രൈസ് ഓപ്പൺ ചെയ്തു, പിന്നെ പ്രൈസ് മുകളിലോട്ട് പോയി ഇതുള്ള ഗ്രീൻ ക്യാൻഡിലായിരുന്നു. അതിനുശേഷം താഴെ വന്ന് ഇതുപോലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു റെഡ് ക്യാൻഡിലായിട്ടിരിക്കട്ടെ. ഓക്കെ അല്ലേ, ഒരു റെഡ് ക്യാൻഡിലായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഇതൊരു റെഡ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തു. ഇനി ഇതിന് ശേഷം എന്താണ് ഇപ്പോൾ ലിക്വിഡിറ്റി മൊത്തം എടുത്തിരിക്കുന്ന ക്യാൻഡിൽ ഇതാണ്.
ഓക്കെ അല്ലേ. ഫസ്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം എടുത്തു, ഇതിന് ശേഷം ലാസ്റ്റ് ലിക്വിഡിറ്റി എല്ലാം എടുത്തിരിക്കുന്ന ക്യാൻഡിൽ ഇതാണ്. ഇതിന് ശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ ഇതുപോലെ വന്നിരിക്കട്ടെ, ഒരു സെല്ലിംഗ് ക്യാൻഡിലോ എന്തായാലും ഇതുപോലെ വന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ. ഇതുപോലെ വന്നിട്ട് എന്താണ്, ഈ ഒരു വിക്ക് ഇതിന് താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ. ഇപ്പോൾ ലിക്വിഡിറ്റി ഈ ഒരു ക്യാൻഡിലിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇതിന് ശേഷം എന്താണ്, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ഈ ഒരു ക്യാൻഡിൽ എടുത്തു, ഇതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ല. ഇതിന് ഹൈയിലും ഈ ഒരു ക്യാൻഡിൽ ഇവിടെയൊക്കെ ആയിട്ട് സെല്ല് ചെയ്തവർ ഉണ്ടാവും. അപ്പോൾ ഇതിലും ലിക്വിഡിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ എന്താണ്, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിലിലെ ലിക്വിഡിറ്റി എടുത്തു എന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ക്യാൻഡിലിലെ ലിക്വിഡിറ്റി എല്ലാം എടുത്തു. ഓക്കെ അല്ലേ. ഇതിന് ശേഷം ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് ഇതിലെ ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഫസ്റ്റ് ബൈയിലേക്ക് വന്നു. അതിന് ശേഷം എന്താണ്, ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നിരിക്കട്ടെ, ഒരു സെല്ലിംഗ് ക്യാൻഡിലായിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇവിടെ നിന്ന് എന്താണ്, ഫസ്റ്റത്തെ ക്യാൻഡിലെ ലിക്വിഡിറ്റി ഇവിടെ നിന്ന് എടുത്തു, സെക്കൻഡ് ക്യാൻഡിലെ ലിക്വിഡിറ്റി എടുത്തു, ഇവിടുത്തെ എല്ലാം ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ല, നമ്മുടെ ലിക്വിഡിറ്റി ഏരിയൻ്റെ താഴെ പ്രൈസ് വന്നിരിക്കട്ടെ. ഇങ്ങനെ വരുന്ന BOF ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും, ഒന്നാമത്തത് മാർക്കറ്റ് ഇവിടെ എന്താണ്, ഫുൾ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു, അതുപോലെ തന്നെ പിന്നീട് സെല്ലിലേക്ക് വന്നപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു. അതിനുശേഷം 1-2 ക്യാൻഡിൽ തന്നെ എന്താണ്, സ്ട്രോങ് ആയിട്ട് ഇതിന് താഴെ ക്ലോസ് ചെയ്തു. ഇങ്ങനെ വരുന്ന BOFകളാണ് മാർക്കറ്റിൽ ഒരു 70 മുതൽ 80% ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ തൊട്ട് മുന്നേ നോക്കിയാൽ എന്താണ്, ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് നിന്ന് സെല്ലേഴ്സ് വീക്കായിരുന്നിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി എടുത്ത് തൊട്ടടുത്ത് ക്യാൻഡിൽ തന്നെ ലിക്വിഡിറ്റി എടുത്ത് പെട്ടെന്ന് തന്നെ സെല്ലേഴ്സ് സ്ട്രെങ്ത്തും കാണിച്ചു. ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി, ഇങ്ങനെയുള്ള BOF ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് കേട്ടോ. ഇനി ഞാൻ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലത്തേക്കായിട്ട് ഒരു കുറച്ച് ചാർട്ട് എടുക്കുക, ഒരുപാട് നാൾ മുന്നത്തേക്ക് പോകാതെ ഇന്നത്തെയോ ഇന്നലത്തെയോ ഒരു കുറച്ച് ചാർട്ടുകൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് BOF നോക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണ് എൻട്രി വരുന്നത്, കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കോളും. ഓക്കെ ആവുന്നില്ലേ. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് ചാർട്ടുകളിൽ എക്സാമ്പിൾ നോക്കട്ടെ, എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുന്ന മുതൽ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് ഇതുപോലൊരു വാച്ച് ലിസ്റ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ സെറ്റ് ചെയ്തേക്കുന്ന പോലെ ആക്കിയാൽ മതി. ഇപ്പോൾ യൂറോയിലെ, അതുപോലെ GBPയിലെ പെയറുകൾ, അതുപോലെ AUD, NST, ഇതിൻ്റെ വേണമെങ്കിൽ എന്താണ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. എന്നിട്ട് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ദൂരം സെറ്റ് ചെയ്താലും മതി. ഓക്കെ അല്ലേ. ഇപ്പോൾ NSTയിലെ, അതുപോലെ തന്നെ USD JPY, USD CAD, CAD JPY, ഇതുപോലെ ഒരു വാച്ച് ലിസ്റ്റ് ഫസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മോർണിംഗ് ആണ് എല്ലാ ദിവസവും ലെവൽസ് ഇതുപോലെ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്താണ്, ഇപ്പോഴാണ് ചാർട്ട് നോക്കാമെന്നിരിക്കട്ടെ. ഇപ്പോൾ എനിക്ക് ഈവനിങ് ആണ് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ചാർട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ആയ ലിക്വിഡിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അത് മുതലാണ് മാർക്ക് ചെയ്ത് പോകേണ്ടത് കേട്ടോ. അല്ലാതെ ഇതിന് മുന്നോട്ട് പോയിട്ടല്ല, ബാക്കോട്ട് പോയിട്ടല്ല, ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റിയാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡലിന് ശേഷം പ്രൈസ് ഇത്രയും മുകളിൽ പോയി ലോയിന് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്, ഇത് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്ത ലെവൽ കറക്റ്റാണെന്ന് അറിയാൻ ട്രേഡിങ്ങിൻ്റെ സൈഡിൽ ഇതിനകത്ത് സൂം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഹൈയെ കറക്റ്റായിട്ടാണോ മാർക്ക് ചെയ്യുക എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഞാനിങ്ങനെ 4 hourൽ മാർക്ക് ചെയ്തു, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സൂം ചെയ്ത് നോക്കിയപ്പോൾ എവിടെയാണ് പ്രൈസിൽ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈയും ലോയും ഫസ്റ്റ് കറക്റ്റ് ആക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ. ഇതിൻ്റെ ഹൈ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇതിന് ശേഷം ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി കിട്ടി, അല്ലെങ്കിൽ ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ പിന്നെ ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം പ്രൈസ് ഇവിടെ മുകളിലോട്ട് വന്നിട്ടുണ്ട്, ഇതും ഒരു ലിക്വിഡിറ്റി ആയിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ 1-2 ലിക്വിഡിറ്റി ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിലേക്ക് വന്നാലാണ് എൻട്രി നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ട് ഒരു അലേർട്ട് സെറ്റ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് അലേർട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ഓക്കെ അല്ലോ, അലേർട്ട് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പ്രൈസിലേക്ക് ഒരു അലേർട്ടും സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെന്താണ്, നമ്മൾ ഇതിനകത്ത് നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിലേക്ക് വന്ന അലേർട്ട് ട്രിഗർ ആയാൽ മാത്രം എൻട്രി. ഓക്കെ അല്ലേ. എൻട്രി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 30 മിനിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ്, ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ക്യാൻഡിൽ എന്താണ്, നമുക്ക് കൺഫർമേഷൻ ഇല്ലാന്നാണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം എന്താണ്, പിന്നെയും ടൈമുണ്ട്. ആ ഒരു ക്യാൻഡിലിന് ശേഷം എത്രയാണ്, ഒരു 28 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ചാർട്ടിലോട്ട് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ. 2 മിനിറ്റ് കഴിയുമ്പോൾ ആ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നുണ്ടോയെന്ന്. ഓക്കെ അല്ലേ. ആ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ ഇല്ലാന്നാണെങ്കിലോ പിന്നെയും നമ്മളെന്താണ് ചാർട്ട് നോക്കിയിരിക്കേണ്ട, അടുത്തൊരു 28-29 മിനിറ്റ് ആകുമ്പോൾ പിന്നെ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ. ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒരു അലേർട്ട് സെറ്റ് ചെയ്യുക, അതിനുശേഷം ഇതുപോലെ ടൈം സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക.
ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് 1-2 ലിക്വിഡിറ്റി ഏരിയ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്നുള്ള കാര്യം. ഇപ്പോൾ ഞാൻ മോർണിംഗ് ആണ്, ഇന്നത്തെ ദിവസമാണ് ഞാൻ ചാർട്ട് നോക്കുന്നത്. അപ്പോൾ മോർണിംഗ് നോക്കിയപ്പോൾ എന്താണ് 6 മാർച്ച് ഒരു 7:30 ആയപ്പോൾ ഞാൻ ചാർട്ട് നോക്കുവാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്താണ് നിൽക്കാന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ, ഇതിൽ ഞാൻ ഫസ്റ്റ് ലിക്വിഡിറ്റി ആയിട്ട് ഏതായിരിക്കും മാർക്ക് ചെയ്യുന്നത് നോക്കിയേ. ഫസ്റ്റത്തെ ഒരു ലിക്വിഡിറ്റി ആയിട്ട് ഏതായിരിക്കും മാർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽ മുകളിലോട്ടുണ്ട്. ഇതെന്താണ്, ഞാനൊരു ലോ ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ലോ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതും കൂടെ നോക്കാം കേട്ടോ. ഇതൊരു ലോ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇതിന് ശേഷം നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഇത്രയും മുകളിലോട്ട് പോയി, അതിനുശേഷം താഴേക്ക് വന്നു. അപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്കുണ്ട്. അപ്പോൾ ഈ ഹൈയും ഞാൻ എന്താണ് ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷം എന്താണ് തൊട്ടടുത്ത് തന്നെ ഒരു ലിക്വിഡിറ്റിയും കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ക്യാൻഡിലിന് ശേഷം പ്രൈസ് ഇത്രയും മുകളിലോട്ട് പോയപ്പോൾ ഇതൊരു ലിക്വിഡിറ്റിയാണ്, ഇത് ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ലിക്വിഡിറ്റി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇത് ഓൾറെഡി എടുത്താണ് കേട്ടോ, നമുക്കതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ മാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ലിക്വിഡിറ്റി ഏരിയ ഇത്രയാണ്. ഓക്കെ അല്ലേ, ഇനി ഇതിനകത്തേക്ക് വന്നാലാണ് എൻട്രി ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിനകത്തേക്ക് എന്താ പറയുക, ഒരു അലേർട്ട് സെറ്റ് ചെയ്തിടുക. ഈ ഒരു പ്രൈസിലേക്ക് വരുമ്പോൾ ഒരു അലേർട്ട് സെറ്റ് ചെയ്തിടുക, അതിന് ശേഷം നോക്കുക. ഓക്കെ അല്ലേ, ഇനി മാർക്കറ്റ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്താണ് ഒന്ന് റീപ്ലൈയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് അതിനകത്ത് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അതിപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ലോ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ അല്ലേ, ഫസ്റ്റ് ഈ ഒരു ലോ, ഇതിൻ്റെ ലോ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ, ഇതിന് ശേഷം ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഞാൻ 30 മിനിറ്റിലാണല്ലോ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഞാൻ 30 മിനിറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ലൈനിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ കൺഫർമേഷനും കാര്യങ്ങളും നോക്കേണ്ടത്. നോക്കാം എന്തായാലും. ഫസ്റ്റ് ക്യാൻഡിൽ വന്നു. ഓക്കെ അല്ലേ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിനകത്ത് ഒന്ന് ടച്ച് ചെയ്തു. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഈ ഒരു ക്യാൻഡിലിനകത്ത് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷനോ കാര്യങ്ങളല്ലെങ്കിൽ അടുത്തൊരു ക്യാൻഡിൽ ഒരു എന്തായാലും ഇഷ്ടം പോലെ ടൈമുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ടൈം ഒന്ന് കറക്റ്റായിട്ട് ലാസ്റ്റത്തെ 2 മിനിറ്റ് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ BOF-ൽ ഓരോരോ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും സാധ്യതയുള്ളത് ഏതാണ്, ഒരു 40% വർക്ക്, 30 മുതൽ 40% വരെ വർക്ക് ചെയ്യുന്ന ഏതാണ്, ഒരു 40 മുതൽ 50% വരെ വർക്ക് ചെയ്യുന്ന ഏതാണ്, ഏറ്റവും സാധ്യതയുള്ള ഏതാണ്, എല്ലാം പഠിച്ചതാണ്. ഇപ്പോൾ ഇതിലേക്ക് നോക്കി, ഇവിടെ സംഭവിച്ചതെന്നാണ്, ഇതിലെ ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്തു. ഇതിന് ശേഷം പ്രൈസ് ഇതിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതും ഒരു BOF തന്നെയാണ്. ഓക്കെ അല്ലേ, ഇതൊരു BOF തന്നെയാണ്. ഓക്കെ അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ട് ഇവിടുന്ന് ബയേഴ്സ് പുഷ് ചെയ്ത് പ്രൈസ് ഇവിടെ വരെ കൊണ്ടുവന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 50 മിനിറ്റിലേക്ക് 5 മിനിറ്റിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. നോക്കി 50 മിനിറ്റിലേക്ക് നോക്കി. ഇപ്പോൾ ഈ ഒരു വിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഈ ഒരു ക്യാൻഡിൽ എന്താണ്, ഇതിൻ്റെ വിക്ക് ഇവിടെ വരെ വന്നു. ഓക്കെ അല്ലേ, ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് പ്രൈസ് മുകളിലോട്ട് പോയി, അതാണ് ഇവിടെ നിന്നൊരു വിക്കായിട്ട് കാണുന്നത്. അതിനുശേഷം പ്രൈസ് താഴെ വരെ വന്നു, അതിനുശേഷം എന്താണ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ലോവറിലേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് നോക്കി, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോയി. ഈ മുകളിലോട്ട് പോയ ക്യാൻഡിൽ കണ്ടുപിടിക്കണമെങ്കിലും വേറെ ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് 3 മിനിറ്റിലേക്ക് നോക്കിയാൽ മതി. ഇതിൻ്റെ ലോവറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് മുകളിലോട്ട് വന്ന ക്യാൻഡിലും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ഓക്കെ അല്ല, അപ്പോൾ ഇവിടുന്ന് പ്രൈസ് ഫസ്റ്റ് മുകളിലോട്ട് പോയി, അതിന് ശേഷമാണ് താഴോട്ട് വന്നത്. ഇതൊക്കെ ലോജിക്കലി കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ അത്ര ഇതായിട്ട് നോക്കണമെന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് 30 മിനിറ്റിൽ നോക്കി. ഓക്കെ, 30 മിനിറ്റിൽ നോക്കിയപ്പോൾ ഇതൊരു BOF ആണ് ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ ഇത് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു BOF എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അതേ ക്യാനിൽ തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ എന്താണ്, ജസ്റ്റ് ആ ലിക്വിഡിറ്റി വന്ന് അടുത്ത് വരെ വന്നിട്ടേ ഉള്ളൂ. ലിക്വിഡിറ്റി ചെറുതായിട്ടൊന്ന് സ്വീപ്പ് ചെയ്തു. ഓക്കെ, സൂം ചെയ്ത് വെച്ചേക്കുന്ന കാരണമാണ്. ഓക്കെ അല്ലേ, ജസ്റ്റ് ഒന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ ഒരു 30 മുതൽ 40% വരെയേ സാധ്യതയുള്ളൂ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിൻ്റെ ലോയിലേക്ക് വരുവാണെങ്കിലോ എന്താണ്, ഇവിടെ നിന്ന് ബൈ ചെയ്തോടെ ലിക്വിഡിറ്റിയും മാർക്കറ്റ് എടുക്കുക. ഓക്കെ അല്ലേ, ഇനി ഇതിന് ശേഷം ഞാൻ ഒന്നും കൂടെ റീപ്ലൈയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും എന്താണ്, സെല്ലേഴ്സ് വീണ്ടും ഇവിടുന്ന് ട്രൈ ചെയ്തു. ഓക്കെ അല്ലേ, പ്രൈസിന് താഴേക്ക് വരെ കൊണ്ടുവന്നു. വീണ്ടും അടുത്ത ക്യാനിൽ ബയ്യേഴ്സ് സ്ട്രോങ് ആയിട്ട് വന്നു. ഇത് ഈ ഒരു സെറ്റപ്പിന് എത്രത്തോളം ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞേ നോക്കി. ഇവിടെ എന്താണ്, ഫസ്റ്റത്തേൽ നോക്കുകയാണെങ്കിൽ 30% മുതൽ 40% ഈ ക്യാൻഡിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ. ഇതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തു, അതിനുശേഷം എന്താണ്, അത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കൺഫർമേഷൻ തരുവാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ അല്ലേ, 40 മുതൽ 50% വരെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതും ഒരു എൻട്രി ആയിട്ട് ഇതും ഒരു BOF ആയിട്ട് എടുക്കാം. എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്യാൻഡിലും വേണം നമുക്ക് എൻട്രി എടുക്കാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ പ്രൈസിൻ്റെ തൊട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ടും വേണമെങ്കിൽ ഒരു ലിമിറ്റിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ,
ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, എത്രയാണ് ഒരു 40 മുതൽ 50% വരെ ഈ സെറ്റപ്പ് വർക്ക് ചെയ്യും. ഫസ്റ്റത്തെ ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 30 മുതൽ 40% വരെ, രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ 40 മുതൽ 50% വരെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിലോ, സെല്ലിലേക്ക് വന്ന അടുത്ത ലിക്വിഡിറ്റിയൊക്കെയാണ് നമ്മൾ 30 മിനിറ്റിലെ സെല്ലിലേക്കുള്ള നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയയാണ് നമ്മൾ ഫസ്റ്റത്തെ ടാർഗറ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടാർഗറ്റിലേക്ക് ഒരു 1:1 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് നോക്കുക. അത്യാവശ്യം 1:1 1:2 ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിൻ റേറ്റും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് DPയിലേക്ക് നോക്കുകയാണെങ്കിൽ 1:1.5 RR ഉണ്ട്. ഇനി നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല RR ഉണ്ടാവും. പ്രൈസ് അത്രയും മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഒരു 1:2 ഒക്കെ നോക്കുകയാണെങ്കിലും ഇവിടെ വരെ പ്രൈസ് വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ എൻട്രി നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇന്ന് വന്ന എൻട്രിയാണ്, നമുക്ക് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് സംഭവിച്ചത് നോക്കി. ഇത് ഫസ്റ്റ് സെല്ലിലേക്കാണോ പോയിട്ടുണ്ടാവുന്നത്, ബൈയിലേക്കാണോ പോയിട്ടുണ്ടാവുന്നത്, അത് ഫസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ, ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് എന്താണ്, ഇത് ലോവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബയ്യിങ്ങിലേക്ക് പോയ ക്യാൻഡിൽസാണ്. ഓക്കെ അല്ലേ, അതുപോലെ ഇവിടെ നിന്നുള്ള വിക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നിന്നും സെല്ലേഴ്സ് ട്രൈ ചെയ്തിട്ട് ഇവിടെ നിന്നും ബയ്യിങ്ങിലേക്ക് വന്ന ക്യാൻഡിലാണ്. നമുക്ക് നോക്കാം, ലോവറിലേക്ക് നേരെ ഇറങ്ങി നോക്കി ഐഡിയ ഇട്ടു കേട്ടോ. ഇപ്പോൾ നോക്കി നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഇവിടെ നിന്ന് എൻട്രി വന്നു. നെക്സ്റ്റ് എന്താണ്, ഫസ്റ്റ് ഹൈയിലേക്ക് പ്രൈസ് പോയി, അതിനുശേഷം താഴെ വരെ വന്ന് ക്ലോസ് ചെയ്തു. ഈ ഒരു വിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോവറിലേക്ക് ഇറങ്ങിയാൽ ഇത് ഒരു ബയ്യിങ് ക്യാൻഡിലായിട്ട് വരും കേട്ടോ. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് എന്താണ് ഒരു 1:2 RR ഇവിടെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് നല്ലൊരു ട്രേഡായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ, 4 ഹവറിൽ നോക്കുമ്പോൾ എന്താണ് ജസ്റ്റ് ഒരു ഒന്നുമില്ല അല്ലേ, 30 മിനിറ്റിലേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു ട്രേഡ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഇത് ഇന്നത്തെ വന്നിട്ടുള്ളൊരു ട്രേഡ്. ഓക്കെ അല്ലേ, പിന്നെ ആ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഏതൊക്കെയാണ് സാധ്യത കൂടുതൽ, ഏതൊക്കെയാണ് സാധ്യത കുറവെന്ന്. ഇനി അതുപോലെ ഞാൻ എന്താണ് വീണ്ടും ഒരു 4 ഹവറിലേക്ക് തന്നെ ചാർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 4 ഹവറിലേക്ക് തൊട്ട് മുന്നേ എടുത്ത ഒരു ലിക്വിഡിറ്റി ഏരിയ നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് വീണ്ടും ഒന്ന് റീപ്ലേയിലേക്ക് ഇടുക. ഇപ്പോൾ നിങ്ങൾ ഇന്നലെയാണ് ചാർട്ട് നോക്കാമെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇന്നലെയാണ് നിങ്ങൾ ചാർട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് ചാർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെയായിരിക്കും ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നത് നോക്കി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു, പിന്നെ നോക്കുകയാണെങ്കിൽ പെൻഡിങ് ആയിട്ട് 2 ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ മേജർ ലോ എടുക്കാം. ഏറ്റവും ലാസ്റ്റത്തെ ലിക്വിഡിറ്റി മുതൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് ക്യാൻഡിലിന് ശേഷം ലോന് ബ്രേക്ക് ചെയ്തു, ഹൈന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതെന്താണ്, ഫസ്റ്റ് ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം, രണ്ടാമത്തത് ഈ ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതിന് ശേഷം എന്താണ്, ഹയസ്റ്റ് ക്യാൻഡിലിന് ശേഷം 1-2 ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതും നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഇനി ഇതിനകത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ഉണ്ടെന്നുള്ള കാര്യം. ഇവിടുന്ന് പ്രൈസ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ നേരെ എന്താണ് 30 മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ അല്ല, എന്നിട്ട് ഈ ഒരു വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ മുതൽ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, ഇപ്പോൾ മാർക്കറ്റ് വന്ന് എന്താണ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയൻ്റെ അടുത്ത് വരെ എത്തി. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ക്യാൻഡിലിനകത്ത് ടച്ച് ചെയ്തു. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ എന്താണ് ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്തു. ഓക്കെ അല്ലേ, ഈ ഒരു ക്യാൻഡിൽ തന്നെ ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത ക്യാൻഡിൽ തന്നെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ഇത്രയും മുകളിലോട്ട് പോയി. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. ഇതെന്താണ്, ഇതും BOF തന്നെയാണ്. കാരണം ഈ വിക്ക് എന്ന് പറയുന്നതാണ് ലോവറിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് വന്ന ക്യാൻഡിലുകളാണ്. ഓക്കെ അല്ലേ, ഇവിടുന്ന് സെല്ലിലേക്ക് വന്നു ഫസ്റ്റ്, അതിനുശേഷം സെല്ലേഴ്സ് ട്രാപ്പായി ബൈയിലേക്ക് വന്നു. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് 30 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ BOF ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം 30 മുതൽ 40% വരെ, തൊട്ട് മുന്നേ കണ്ട കാര്യം തന്നെ കേട്ടോ. ഇനി ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്തോടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവും. അപ്പോൾ ഇത് ലിക്വിഡിറ്റിയാണ്. ഓക്കെ അല്ലേ, ഇതൊരു ലിക്വിഡിറ്റിയാണ്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ സാധ്യതകൾ കുറവാണ്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സാധ്യതകൾ കുറവാണ്. ഇനി ഇപ്പോൾ ഇവിടുന്ന് ബൈ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടുന്ന് എല്ലാം ബൈയേഴ്സ് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി ഇതിന് താഴെ ഉണ്ടാവും. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലായി. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ, ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് ലിക്വിഡിറ്റി എടുത്തു, അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ബൈയേഴ്സും വന്നു. ഇത് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് നമ്മൾ പഠിച്ചത് നോക്കി. ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്നു. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി, ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എന്താണ് ലിക്വിഡിറ്റി മാർക്കറ്റ് വന്നെടുത്തു. ലിക്വിഡിറ്റി എടുത്ത് ഫസ്റ്റത്തെ ക്യാൻഡിലിന് ശേഷം ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തു, ഇതിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഓക്കെ അല്ലേ, ഇതിൻ്റെ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം സ്ട്രോങ് ആയിട്ട് വൈ വന്നു. അപ്പോൾ ഇത് സാധ്യത കൂടുതലാണ്. ഇനി ഈ ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ക്യാൻഡിൽ വന്നുകൊണ്ട് ഇവിടെ നിന്നും വേണമെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇത്രയും വലിയ ക്യാൻഡിൽ വന്നുകൊണ്ട് ഇവിടെ നിന്ന് പോയി എൻട്രി എടുക്കുകയാണെങ്കിൽ അടുത്ത ലിക്വിഡിറ്റിയിലേക്ക് RR ഉണ്ടാവില്ല, തൊട്ടടുത്തൊരു ലിക്വിഡിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ RR ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വലിയ ക്യാൻഡിലേക്ക് വരുമ്പോൾ വലിയ എസിലേക്ക് ആണെങ്കിൽ നമുക്ക് ആ വന്ന് ടച്ച് ചെയ്ത ലൈനിൽ തന്നെ ഉണ്ടല്ലോ,
ഇതിനടുത്തായിട്ടോ നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ ഇതാണെങ്കിൽ ഇതിനടുത്തായിട്ടോ ലിമിറ്റിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്കും ലിമിറ്റിൽ സെറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു, ഇതിനകത്തേക്ക് ടച്ച് ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ലിമിറ്റിൽ എൻട്രി കൊടുത്ത് വെച്ചു. നെക്സ്റ്റ് ക്യാൻഡിലിനകത്തേക്ക് ഏകദേശം വന്നു, ഇതിൻ്റെ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ലിക്വിഡിറ്റി ഇവിടെ മൊത്തം സ്വീപ്പ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുകയെന്നുണ്ടെങ്കിലോ സാധ്യതകൾ വളരെ കൂടുതൽ, ഏകദേശം ഒരു 70 മുതൽ 80% വരെ ഈ ഒരു സെറ്റപ്പാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് എന്താണ്, ഈ ഒരു ക്യാൻഡിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, അതിനുശേഷം പിന്നെ ബൈയിങ്ങിലേക്ക് വന്നപ്പോഴുള്ള ക്യാൻഡിൽസിൻ്റെ ലിക്വിഡിറ്റി എടുത്തു. അങ്ങനെയാണ് സെറ്റപ്പ് കുറച്ചും കൂടെ കൂടുതലായിട്ട് മാർക്കറ്റ് ഓരോരോ ബൈയിലേക്ക് വരുമ്പോൾ ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്ത് പോകണമെങ്കിൽ സാധ്യതകൾ കൂടുതലായിട്ടോ. ഇവിടെ സംഭവിച്ച കാര്യം നോക്കിയാൽ മതി. ഇവിടെ എന്താണ്, മാർക്കറ്റ് ബൈയിലേക്ക് വന്നു, ഇവിടെ നിന്നൊക്കെ എൻ്റർ ചെയ്ത് ഇതിന് താഴേക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്തു. ഇവിടുത്തെ മൊത്തം ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടല്ല പോകണേ. മനസ്സിലാവുന്നില്ലേ? ഇവിടുത്തെ മൊത്തം ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ സെറ്റപ്പ് വർക്ക് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാട്ടോ. ഇതും അത്യാവശ്യം നോക്കുകയാണെങ്കിൽ 1:2 RR എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച്. ഫസ്റ്റ് ലിക്വിഡിറ്റി തന്നെ അത്യാവശ്യം RR ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി, ഇതിന് തൊട്ട് മുകളിലുള്ള ലിക്വിഡിറ്റിയൊക്കെ വേണ്ടും വേണമെങ്കിൽ RR അങ്ങനെ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1:1, 1:2 ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം RR കൂടുതലുണ്ടാവും. ഇനി നമുക്ക് അടുത്തൊരു ലിക്വിഡിറ്റിയും കൂടെ നോക്കാം. ഓക്കെ അല്ലേ? ഇതിപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു BOF ആണ്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ചാർട്ട് കാണുന്നതെന്നിരിക്കട്ടെ. നമ്മൾ അടുത്ത ദിവസം നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ചാർട്ട് കാണുന്നത്. ഓക്കെ അല്ലേ? ഹയസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഒന്നിലധികം ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് ഉണ്ട്, അതിനുശേഷം ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തു. അപ്പോൾ നമ്മൾ ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ ആവുന്നുണ്ടല്ലോ? അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യും, പിന്നെ ഇതിൻ്റെ ലോയും ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യും. ഇതിലേക്ക് വന്ന് എൻട്രി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് BOF കിട്ടുവാണെങ്കിൽ എൻട്രി നോക്കാം. കറക്റ്റ് ആ ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് കറക്റ്റാണെന്ന് ഫസ്റ്റ് നോക്കുക. ഓക്കെ അല്ലേ? അതിന് ശേഷം എന്താണ്, ഇതിലേക്ക് മാർക്കറ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ 30 മിനിറ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ അല്ലേ? 30 മിനിറ്റിലേക്ക് പോയി നോക്കി. ഇപ്പോൾ ഇവിടെയും സംഭവിച്ചത് എന്താണ്, ഫസ്റ്റ് ഇവിടെ സംഭവിച്ചത് എന്താണ്, വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, അതേപോലെ തന്നെ സെല്ല് വന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു BOF തന്നെയാണ്. ഓക്കെ അല്ലേ? ഇതും ഒരു BOF ആണ്, പക്ഷേ സാധ്യതകൾ കുറവാണ്. പ്രൈസ് അത്രയും താഴോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് എത്രയാണ് 30 മുതൽ 40% വരെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇവിടുന്ന് സെല്ലേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തു, ഇതിൽ ലിക്വിഡിറ്റി പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന് മുകളിലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി വരുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഇതിന് മുകളിലോട്ട് വന്നതിന് ശേഷം ഓക്കെ, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലിക്വിഡിറ്റി ഇതാണ് 4 ഹവറിലെ ലിക്വിഡിറ്റി. അതിന് മുകളിലോട്ട് ഒന്ന് ബയ്യേഴ്സ് പുഷ് ചെയ്തു. ഓക്കെ അല്ലേ? വീണ്ടും ബയ്യിങ്ങിലേക്ക് പോയി, ഇവിടുത്തെ മൊത്തം ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിന് താഴോട്ടൊരു സെല്ലിംഗ് ക്യാൻഡിൽ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ്, ഫസ്റ്റ് ഇവിടുത്തെ ഫുൾ ലിക്വിഡിറ്റി എടുത്തു, ഇതെന്താണ് മദർ ക്യാൻഡിലിൻ്റെ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തു, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്യാൻഡിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഇതിന് ശേഷം 1-2 ക്യാൻഡിൽ തന്നെ ഫസ്റ്റത്തെ ഈ 1-2 ക്യാൻഡിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നോ ഈ ക്യാൻഡിലോ അല്ലെങ്കിൽ ഇതിലേക്ക് ഈ ഒരു ലൈനിലോ നമുക്ക് ലിമിറ്റിൽ സെറ്റ് ചെയ്യാം. സാധ്യതകൾ കൂടുതലാണ്. ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്തിട്ടല്ല വരുന്നത്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, വീക്കായിട്ട് വന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താ, സെല്ലേഴ്സ് ഇവിടുന്ന് സ്ട്രോങ് ആണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ താഴോട്ട് വരണമെന്ന്. മാർക്കറ്റ് വീണ്ടും എന്താണ്, ലിക്വിഡിറ്റി വീക്കാണ്ട് മൊത്തം ലിക്വിഡിറ്റി എടുക്കാൻ വീണ്ടും മാർക്കറ്റ് പോയി. ഓക്കെ അല്ലേ? അതിന് ശേഷമാണ് പിന്നെയും വീക്കായിട്ട് വരുന്നത്. നോക്കാം. ഓക്കെ അല്ലേ? വീണ്ടും എന്താണ്, ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്ത് വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും ഒരു ബയ്യിങ് ക്യാൻഡിൽ വന്നു. ഓക്കെ, ഇവിടെ നിന്നാണ് സെല്ല് വന്നത്. അപ്പോൾ ഇത്രയും ക്യാൻഡിൽ നിന്നിട്ടല്ലേ വരുന്നത്. ഞാൻ പറഞ്ഞാൽ സെല്ലേഴ്സ് വീക്കാണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് 1-2 ക്യാൻഡിൽ തന്നെ പ്രൈസ് താഴെ വീഴണമായിരുന്നു. ഇത് വീണ്ടും മാർക്കറ്റ് വീക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് വീക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എത്രത്തോളം വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പഠിച്ചേ നോക്കിയേ. അതിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50 മുതൽ 70% വരെ. മറ്റേതെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് സെല്ലിലേക്ക് വരുവാണെങ്കിൽ ഇത് 70 മുതൽ 80% വരെ വർക്ക് ചെയ്യും. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു 50 മുതൽ 70% വരെ കേട്ടോ. അത്രയും നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ വന്ന് ടച്ച് ചെയ്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. ഇനി കുറച്ചും കൂടെ വലിയ എസ്സലാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ലിമിറ്റിൽ സെറ്റ് ചെയ്യാം. എസ്എൽ എന്ന് പറയുമ്പോൾ ഇതിന് മുകളിലിട്ടോ ടൈറ്റായിട്ട് കൊടുക്കരുത്, കുറച്ചും കൂടെ ഒരു സ്പേസ് വെച്ചിട്ട് എപ്പോഴും ഒന്ന് എസ്എൽ സെറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? 30 മിനിറ്റിൽ ഒരു ലിക്വിഡിറ്റി ഇത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ലിക്വിഡിറ്റിയാണ്, ഇത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതും നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ലിക്വിഡിറ്റിയിലേക്ക് ഒരു 1:1 എങ്കിലും ഉണ്ടെങ്കിൽ ട്രേഡ് നോക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ലോവർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നെല്ലാം റിവേഴ്സ് ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്താണ്, ഫസ്റ്റ് ആ ലിക്വിഡിറ്റിനെ റെസ്പെക്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു, അതിനുശേഷം ഈ ഒരു 30 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് മുകളിൽ പോയി. ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ്, പ്രൈസ് താഴോട്ട് വന്നു.
അങ്ങനെയല്ല കാണാനായിട്ട് വരുന്നത്. പിന്നീടുള്ള നോക്കുവാണെങ്കിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത എല്ലാ ലിക്വിഡിറ്റിനെയും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, അതുപോലെ ലിക്വിഡിറ്റി എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ടാർഗറ്റ് അടുത്തൊരു ലോവറിലെ ലിക്വിഡിറ്റി ഫസ്റ്റ് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ സാധ്യതകൾ മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് എൻട്രി വരേണ്ടത്, അല്ലെ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ നമുക്കൊരു കുറച്ച് ചാർട്ടുകളും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോളും.